നമസ്കാരം. കഥകളി കേവലം ഒരു ദൃശ്യകല എന്നതിലുപരി വരികളിലൂടെയും പദങ്ങളിലൂടെയും ഒഴുകുന്ന ഒരു സാഹിത്യ സാഗരം. ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രൻ നായർ സർ മലയാള ഭാഷാ പണ്ഡിതൻ, ഭാഷാശാസ്ത്രജ്ഞൻ, സാഹിത്യകാരൻ, അധ്യാപകൻ തുടങ്ങി ബഹുമുഖ ഭാഷാ പാണ്ഡിത്യത്തിനുടമ. അദ്ദേഹത്തിൻ്റെ കഥകളി ആൻഡ് ഓഷൻ ഓഫ് പോസിബിലിറ്റീസ്, ഹെറിറ്റേജ് ആൻഡ് പ്രസന്റ് സിനേറിയോ എന്ന പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ലോകം വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മിഥ്യയുടെയും തഥ്യയുടെയും മായക്കാഴ്ചകൾക്കിടയിൽ നിർമ്മിത ബുദ്ധി അരങ്ങുവാഴുന്ന കമ്പ്യൂട്ടർ യുഗത്തിൽ ദൃശ്യകലയുടെ സാധ്യതകളെയും എഴുത്തുകാരെയും എടുത്തുകാട്ടുന്ന ഈ പുസ്തകം വായനക്കാരുടെ സാഹിത്യ ആസ്വാദനത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഈ അവസരത്തിൽ ഒരു പ്രത്യേക കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. 900 രൂപ മുഖവിലയുള്ള ഈ പുസ്തകം 750 രൂപയ്ക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. ആവശ്യക്കാർക്ക് അത് വാങ്ങാൻ ഇപ്പോൾ അവസരമുണ്ട്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സംഗീത അധ്യാപികയായ ശ്രീമതി KS ലക്ഷ്മി ടീച്ചറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവമംഗളദം സർവമംഗളാനന്ദ വർദ്ധനം ശർവജം സർവദാ ഭക്ത്യാ വന്ദേ മംഗളപൂർത്തയേ വന്ദേ മംഗളപൂർത്തയേ വന്ദേ മംഗളപൂർത്തയേ. നന്ദി ടീച്ചർ. ഡോക്ടർ പ്രബോധചന്ദ്രൻ നായർ സർ സ്നേഹപൂർവ്വം ഗോപകുമാർ എന്നും ഗോപൻ എന്നും വിളിക്കുന്ന പ്രമുഖ വ്യക്തിത്വമാണ് പ്രൊഫസർ K. ഗോപാലകൃഷ്ണൻ സർ. യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെ ധാരാളം കലാലയങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന അദ്ദേഹം ഇപ്പോൾ IAS മെന്ററായി ധാരാളം കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. കഥകളി ആസ്വാദകൻ കൂടിയായ സാറിനെ സ്വാഗതം ആശംസിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്തേ. എപ്പോഴും നമ്മൾ ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എവറി അതർ ഡേ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ പ്രകാശനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കലയെക്കുറിച്ച് അതിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്ന ഒരാൾ എഴുതുന്ന പുസ്തകമാകുമ്പോൾ പ്രകാശന ചടങ്ങിൻ്റെ മാധുര്യവും ഗാംഭീര്യവും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങ് ഒരു പ്രത്യേക ചടങ്ങായിട്ട് തന്നെ കരുതണം. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും കാണാത്തതും അല്ലെങ്കിൽ കാണാൻ മെനക്കെടാത്തതുമായിട്ടുള്ള ഒരു കലയാണ് കഥകളി എന്നിരിക്കെ ആ കഥകളിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇപ്പോൾ ഇറക്കുന്നത് അതിഗംഭീരമായ ഒരു പുസ്തകമായിട്ടും അതിൽ കൂടെ തന്നെ അതിൽ ക്വിക്ക് റെസ്പോൺസ് QR കോഡ് ഉൾപ്പെടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമാണ് ഇറക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു മൾട്ടിമീഡിയ കഥകളി ഗ്രന്ഥമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കലാകാരനെ കുറിച്ചുള്ള പെർഫോമൻസ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ അതിൻ്റെ QR കോഡിൽ നമുക്ക് ആ പെർഫോമൻസ് കാണാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദൃശ്യാനുഭവവും വായനാനുഭവവും ഒരുമിച്ച് തരുന്ന ഒരു വല്ലാത്ത ഒരു അനുഭൂതി തരുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് തന്നെ അതിന് ഒരു ഓഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ വളരെ നല്ല ഒരു പേരാണെന്ന് ഞാൻ കരുതുന്നു. അത് ഇപ്പം വേദിയിൽ തന്നെ സാറ് വളരെയധികം ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഇരുത്തിയിരിക്കുന്നത്. അതിൽ എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ഓരോരുത്തരെയും അതെന്തുകൊണ്ടാണ് സാർ അത് ക്യൂറേറ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാം. അധ്യക്ഷനായിട്ട് ഡോക്ടർ ശ്രീനിവാസൻ IAS ആണ്. അദ്ദേഹം മാർഗി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളാണ്. മാർഗി ലോകം മുഴുവൻ കഥകളി എത്തിക്കുന്ന
ആളാണ്. IASൻ്റെ കഥകളി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്തിരുന്നപ്പോൾ ഒരു മദ്യവിഷബാധ വരെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്രയും പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അധ്യക്ഷ സ്ഥാനത്ത് ഇന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹാർദമായ സ്വാഗതം ആദ്യം ഞാൻ പറഞ്ഞു. ജയകുമാർ IAS സാറ് ഇപ്പോൾ എല്ലാ ഒരു 80 to 85% പ്രകാശന ചടങ്ങുകൾക്കും അദ്ദേഹം ഒരു ഇംപറേറ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാനും സാറും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ വേദി വെച്ച് തന്നെ പ്രബോധേന്ദ്രൻ സാറിൻ്റെ ചെറുമകൻ എഴുതിയ നോവൽ പ്രകാശന ചടങ്ങുണ്ടായിരുന്നു. അതിനും ഞാനും സാറും ഇതുപോലെ വേദിയിൽ അന്ന് ഞാനൊരു ഫെലിസിറ്റേഷൻ പറയാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. കലാ ആസ്വാദനം, ഗാനം, ഗാനരചന, ഭരണം, എല്ലാത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായ ജയകുമാർ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ഞാൻ സ്വാഗതം പറയേണ്ടത് മാർഗി വിജയകുമാറിനെയാണ്. അദ്ദേഹത്തിനെ ഞാനിന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുമായിരുന്നു, പണ്ട് കാലത്ത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ അഭേദാശ്രമത്തിൽ എന്നെ കഥകളിക്ക് കൊണ്ടുപോകും. അന്ന് കഥകളി കലാമണ്ഡലം കൃഷ്ണനായർ ആശാൻ തകർത്താടുന്ന സമയമാണ്. അന്ന് എനിക്കുള്ള കഥകളിയിലുള്ള താല്പര്യം, കഥകളി കഴിയുമ്പോൾ ആശ്രമത്തിൻ്റെ പുറകിലുള്ള ക്യാൻറ്റീനിൽ ചായയും വടയും അമ്മൂമ്മ വാങ്ങിച്ചു തരും. ഇതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ കഥകളിയിലുള്ള ഒരു പോസിബിലിറ്റി, എനിക്കുള്ളൊരു പോസിബിലിറ്റി വട കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം കഥകളിയിലെ നിത്യഹരിത സുന്ദരി ആയിട്ട് അറിയപ്പെടുന്ന വിജയകുമാർ സാറിനെ എനിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഉള്ള അവസരം തന്നല്ലോ എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ അടുത്തത് രാധാകൃഷ്ണൻ സാറാണ്. വീണ്ടും ഒരു കലാസ്വാദകൻ, കഥകളിയെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ, മിക്കവാറും എല്ലാ കലാവേദികളിലും കാണുന്ന ആൾ. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം, ഇവിടത്തേക്ക് നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഈ വൈകുന്നേരം ഇവിടെ കഥകളി സാറിൻ്റെ ബുക്ക് വാങ്ങാനും അല്ലെങ്കിൽ സാറിൻ്റെ ബുക്കിനെ കുറിച്ച് സാറ് സംസാരിക്കുന്നത്, ഇനിയിപ്പോൾ സാറിന് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞില്ല. കാരണം സാറിന് ഞാൻ സ്വാഗതം പറയാൻ ഞാൻ ആളെ അല്ല. സാറ് എൻ്റെ ഗുരുനാഥനും എൻ്റെ പിതൃതുല്യനും എൻ്റെ എല്ലാമാണ്. കാരണം ഞാൻ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഒരു ഡിപ്രഷൻ പോലെ തോന്നുമ്പോൾ പോലും ഞാൻ നേരെ ഒരു ടാക്സി എങ്കിലും പിടിച്ച് സാറിൻ്റെ പാൽക്കുളങ്ങരയിലെ വീട്ടിൽ പോകും. ഒരു മണിക്കൂറോളം ഞാൻ അവിടെ സാറിനോട് ഇരിക്കും. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോകും, 1 മണിക്കൂറെങ്കിലും ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ഒരു വെർസാറ്റിലിറ്റി, എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവിൻ്റെയും മുമ്പിൽ എൻ്റെ അറിവ് എത്രത്തോളം കുറവാണെന്നും മോശമാണെന്നും നിരന്തരമായി എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ മനസ്സുകൊണ്ടും എല്ലാം സ്വാഗതം അദ്ദേഹത്തിന് പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അവരെല്ലാം നല്ല ഒരു വൈകുന്നേരം ആകട്ടെ ഇത് എന്ന് അവർക്കൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ജയകുമാർ സാർ, ഗ്രന്ഥകർത്താവായ പ്രബോധചന്ദ്രൻ സാർ, ശ്രീ രാധാകൃഷ്ണൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിജയൻ, ശ്രീ ഗോപകുമാർ, സദസ്സിൽ ഇരിക്കുന്ന മഹത് വ്യക്തികളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, എനിക്ക് പ്രബോധചന്ദ്രൻ സാറിനെ കുറിച്ച് 2 വാക്ക് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. പുസ്തകത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുമെന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ ഉപരി ആർക്കും പറയാൻ കഴിയുകയില്ല. മലയാള ഭാഷയിൽ, മലയാള സാഹിത്യത്തിൽ
കേരള സർവകലാശാലയിൽ നിന്ന് ആദ്യമായി PhD കിട്ടിയത് 67 അദ്ദേഹത്തിനായിരുന്നു. അതിനുശേഷം 71 ഇംഗ്ലീഷിൽ എഴുതിയ പ്രബന്ധത്തിന് സ്പെക്ട്രോഗ്രാഫി ഉപയോഗിച്ചുള്ള സൊനോഗ്രാഫി ഉൾപ്പെടെയുള്ള പ്രബന്ധത്തിന് മലയാള സാഹിത്യത്തിൽ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും ലണ്ടനിൽ നിന്നും അദ്ദേഹം ഡോക്ടറേറ്റ് എഴുതി. ഈ കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം എന്ന രാഷ്ട്രപതിയുടെ പുരസ്കാരം കേരളത്തിനും കൊടുക്കണം എന്ന് കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തിച്ചതും അദ്ദേഹമാണ്. ഇത് മാത്രമല്ല, പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പ്രൈമറിയിലോ ഒക്കെ പഠിക്കുമ്പം വ്യാകരണ ക്ലാസ്സാണ്. ഈ വ്യാകരണം എന്നുള്ളതിൽ നിന്ന് ഉപരിയായി ഇതൊരു ഭാഷാശാസ്ത്രമായി വികസിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞ് കേരള സർവകലാശാലയിൽ ഭാഷാശാസ്ത്ര വിഭാഗം തുടങ്ങി വെച്ചതും അദ്ദേഹമാണ്. ആദ്യത്തെ അതിൻ്റെ ലെക്ചറും അധ്യക്ഷനും ഒക്കെയായി 33 വർഷം ഭാഷാശുദ്ധി മലയാളിയെ പഠിപ്പിച്ച് വിരമിച്ച ശേഷവും മുഴുവൻ സമയവും ശുദ്ധമായ ഭാഷ എഴുതുവാൻ തൻ്റെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഏതൊരു പത്ര ഓഫീസിൽ ചെന്നാലും അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് അദ്ദേഹം എഴുതിയ ഭാഷാശാസ്ത്രപരമായ പുസ്തകങ്ങളാണ്. പണ്ടൊക്കെ പത്രങ്ങളെടുത്താൽ ധാരാളം വ്യാകരണ തെറ്റ് വരും കാണാമായിരുന്നു. ഇപ്പോഴത് അത്രയ്ക്കില്ല, വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെതാകാം, പന്മന സാറിൻ്റേതാകാം, പല ഭാഷാ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് സാധാരണ ഇതെഴുതുന്നത്. ഞങ്ങൾക്ക് തന്നെ, ഞാനിപ്പോൾ ഭാരതീയ വിദ്യാഭവൻ്റെ സെക്രട്ടറിയാണ്. അവിടെ ജേർണലിസം പഠിപ്പിക്കുന്ന പ്രസാദ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ജേർണലിസത്തിന് 1, 2, 3, 4 റാങ്കുകൾ. ഇന്ത്യയിലൊട്ടാകെ ജേർണലിസം ക്ലാസ്സിന് ഈ 1, 2, 3, 4 റാങ്ക് കിട്ടുന്നത് തിരുവനന്തപുരത്തെ ഭാരതീയ വിദ്യാഭവൻ കേന്ദ്രം നടത്തുന്ന ജേർണലിസം ക്ലാസ്സിനാണ്. ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പളാണ് പ്രസാദ്. ഞങ്ങൾ അടൂർ സാറിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഗുരു സന്നിധി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം കൊണ്ടുപോയി അദ്ദേഹത്തോട് അഭിമുഖം നടത്തി. ഇദ്ദേഹത്തിന് സൗകര്യം നോക്കിയിരിക്കുകയാണ്. ഗുരു സന്നിധിയിൽ ആദ്യം പോകേണ്ടിയിരുന്നത് സാറായിരുന്നു. അവിടെ പോലും അടൂർ സാർ ആദ്യം പഠിപ്പിച്ച ഒരു വാചകമുണ്ട്: ബഹുമാനപ്പെട്ട എന്ന് സംബോധന ചെയ്യരുത്. ഇത് പ്രബോധേന്ദ്ര സാർ പറഞ്ഞു കൊടുത്താണെന്നും എടുത്തു പറഞ്ഞു. ബഹുമാനം അർഹിക്കുന്ന എന്ന അർത്ഥത്തിൽ പറയണമെങ്കിൽ ഒന്നുകിൽ ബഹുമാന്യനായ എന്ന് പറയണം. ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നിയമസഭാ ഭാഷയാണ്. ബഹുമാനിക്കേണ്ടവരുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ പെട്ടുപോയ എന്ന അർത്ഥമാണ്. ബഹുമാനം ഉള്ളിലില്ലെങ്കിലും ഫോർമാലിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പറയുന്നതാണ് നിയമസഭയിലെന്ന് നമുക്കറിയാം. ഇതുപോലെ പറഞ്ഞു പോയാൽ കൂടുതൽ സമയമെടുക്കും ധാരാളം കാര്യങ്ങളിൽ. ഭാഷാശുദ്ധി എന്നത് ഉച്ചാരണശുദ്ധിയെ പോലെ തന്നെ ഇത് രണ്ടും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രയോഗിക്കേണ്ടതാണ് എന്ന് ജീവിതകാലം മുഴുവൻ 19-ാം വയസ്സിൽ ലെക്ചറായ ആളാണ്. 19-ാം വയസ്സ് മുതൽ ഇന്ന് വരെയും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ശ്രീ ഗോപൻ പറഞ്ഞ മാതിരി ഞാനും ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്ത് സംശയമുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുന്നതാണ്. അത് ഏത് സമയത്തായാലും എന്താ സംശയമെന്ന് ചോദിച്ച് എഴുതിയെടുത്തോ എന്ന് പറയാൻ ഒരു റെഫറൻസും അദ്ദേഹത്തിന് വേണ്ട. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ്. 2 ടേം കേരള കലാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം, ചെയർമാനായിരുന്നു. ഈ പീരീഡിൽ ജയകുമാർ സാറ് കാലത്ത് തുടങ്ങി വച്ച ഈ സർവകലാശാല ആക്കുന്നതിൻ്റെ ഡീംഡ് ഇതാക്കുന്നതിൻ്റെ ബാക്കി ഇത് തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങാറായപ്പോഴാണ് ആ രജിസ്ട്രേഷൻ നടന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. സാറിനും അത് ഓർമ്മ കാണും. ഇന്ന് പ്രബോധേന്ദ്രൻ സാർ ആദ്യം പറഞ്ഞു, ശ്രീനി സ്വാഗതം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല.
പിന്നീടാണ് ഗോപൻ വന്നിട്ട് എന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് അവരോധിച്ചത്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ കഥകളിയുടെ ഒരു 2 മിനിറ്റും കൂടി എടുക്കുകയാണെങ്കിൽ ഇത്രയേറെ സാറാ സാഗരം എന്നുള്ള അർത്ഥത്തിൽ ഓഷൻ എന്ന് പേരിട്ടത് മഹാസാഗരം എന്ന് വളരെ അർത്ഥവത്താണ്. കാരണം ഇത്രയേറെ സങ്കേതങ്ങൾ, ഇത്രയേറെ പഠിക്കാനുള്ള മറ്റൊരു കലാരൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. ഇതിൽ ഇപ്പോൾ പറയുന്നു പുറപ്പാട്, പകുതി പുറപ്പാട്, ഇതുപോലെ പല കാരണങ്ങളുമുണ്ട്. ഒരു സ്റ്റേജിൽ രാവണൻ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടുന്നു. ആ സ്റ്റേജിൽ കൈലാസപർവ്വതമില്ല, പുഷ്പക വിമാനമില്ല, ഒരു സെറ്റിങ്സും ഇല്ല. കത്തി വേഷം കെട്ടിയ, രാവണൻ്റെ വേഷം കെട്ടിയ ഒരു കഥകളി നടൻ മാത്രം. കൂടെ ഈ രാവണനെ കളിപ്പിക്കാനായിട്ട് നാരദനും കൂടെ ഉണ്ട്. കൈലാസപർവ്വതത്തെ നോക്കിക്കാണുന്നത് ഒരറ്റം മുതൽ അഗ്രത്തിൽ നിന്ന് മറ്റേ അറ്റം വരെയും കൈലാസപർവ്വതം പൊക്കിയെടുക്കുന്നതിൻ്റെ എഫർട്ട് എത്രത്തോളം കാണിക്കുന്നതും, അത് പൊക്കിയെടുത്ത് അമ്മാനമാടി വായുവിൽ നിന്ന് തിരിച്ചു വന്ന് അതിനെ പിടിക്കുന്നതും, പിന്നെ ഈ കൈലാസപർവ്വതം കുലുങ്ങുമ്പോൾ വൈകുണ്ഠമല്ല കൈലാസം കുലുങ്ങുന്നു. ശിവൻ്റെ ഇരിപ്പിടത്തിന് ഒരു ചലനം വരുന്നു. അപ്പോൾ പിണങ്ങി നിന്ന പാർവതി ഓടി വന്ന് ശിവനെ ആലിംഗനം ചെയ്യുന്നു. ആ പിണക്കം മാറ്റാൻ കാരണക്കാരനാരാണെന്ന് നോക്കുമ്പോഴാണ് ശിവൻ മനസ്സിലാക്കുന്നത് ഇത് കൈലാസത്തെ മാറ്റാൻ പുഷ്പക വിമാനത്തിന് തടസ്സം നേരിട്ടത് നീക്കാനായി രാവണൻ ചെയ്തതാണ്. അപ്പോൾ അയാൾക്കൊരു സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് ചന്ദ്രഹാസം വാള് സമ്മാനിക്കുന്നത്. കഥകളിയിൽ ഒരു നടൻ മാത്രം യാതൊരു സെറ്റിങ്സുമില്ലാതെ, അതും ഈ കേശഭാരം ഇതെല്ലാം തലയിൽ വെച്ചിട്ട് ഈ സദസ്സിൻ്റെ മുമ്പാകെ കാണിക്കുന്ന ഈ അത്ഭുതം, ഇത് പഠിച്ചു വരുന്ന 10-12 വർഷം കഥകളി വേഷം പഠിച്ച് ആണ് ഇത് കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഏകലോചനം ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ആ ഒരു ഇതുണ്ട്. ഒരു കണ്ണിൽ ഒരു സമയത്ത് കോപവും അടുത്ത കണ്ണിൽ അതേ സമയം തന്നെ ശോകവും കാണിക്കണം. ചക്രവാക മിഥുനങ്ങൾ സന്ധ്യയായാൽ വേർപിരിയണം. അപ്പോൾ ദുര്യോധനൻ്റെ ഭാര്യയായ ഭാനുമതിയുടെ മുഖം പ്രകാശിക്കുന്നത് കണ്ട് ഈ ചക്രവാക പക്ഷിക്ക് ഒരു ഭയം. ഇത് ചന്ദ്രനാണോ? ചന്ദ്രനാണെങ്കിൽ ഞാൻ വേർപിരിയണമല്ലോ. അങ്ങനെ ഈ പെൺപക്ഷി ചക്രവാകം ചന്ദ്രൻ ഉദിച്ചു, നീ കാരണമാണ് ഞാൻ വേർപിരിയേണ്ടി വന്നത് എന്ന് ചന്ദ്രനെ നോക്കി കോപത്തോടെയും തൻ്റെ ഇണയെ നോക്കി ശോകത്തോടെ മറ്റേ കണ്ണുകൊണ്ടും നോക്കുന്നു എന്നാണ് ഉണ്ണായി വാര്യർ ബുദ്ധിപൂർവ്വം എഴുതി വച്ചത്. ഈ കഥകളി നടൻ്റെ പ്രാഗൽഭ്യം, അഭിനയത്തിൻ്റെ ഇരയിമ്മൻ തമ്പി ഉണ്ണായി വാര്യർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണായി വാര്യർ എന്തിനാ നളചരിതം 1-ാം ദിവസം എന്നെഴുതിയത് 1-ാം രാത്രി എന്നെഴുതി പോരായിരുന്നു എന്നാണ് പ്രബോധേന്ദ്രൻ സാറ് ചോദിച്ചത്. പറഞ്ഞു വരുമ്പം തെറ്റിപ്പോകുന്നതാണ്. ഈ ഇരയിമ്മൻ തമ്പി ഇത് എഴുതിയത് ആ ദുര്യോധനൻ്റെ വേഷമിടുന്ന കഥകളിക്കാരൻ്റെ പ്രാഗൽഭ്യം കണ്ടു പഠിക്കാനാണ്. ഇത്രയേറെ സാധ്യതകളുള്ള ഈ കഥകളിയെ അതിൻ്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവം മുതൽ അതിൻ്റെ ധനാശി വരെ, ഇപ്പോൾ ഒരു കാര്യം അതിൽ ഉള്ളത്, പദം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് രംഗത്ത് ആടാനുള്ളതാണ്. ഈ പദം പാടുമ്പോൾ അതിൻ്റെ അർത്ഥം ആടി ഫലിപ്പിക്കണം, സംസാരിക്കാൻ പാടില്ലല്ലോ. ശ്ലോകമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വരികൾ പൂർവകഥയെയും രണ്ടാമത്തെ 2 വരികൾ ഇനി വരാൻ പോകുന്ന കഥയെയും സൂചിപ്പിക്കുന്ന ഏറ്റവും ചുരുക്കി പറയുന്നതാണ് ശ്ലോകം. അതാണല്ലോ ശ്ലോകത്തിൽ കഴിക്കുക എന്നൊരു ശൈലി ഉള്ളത്. ഇത് രണ്ടുമല്ലാതെ ഒരു സാധനമുണ്ട്, ദണ്ഡകം. ആദ്യത്തെ വരിയിൽ 26 അക്ഷരം വേണമെന്ന് നിർബന്ധമാണ്. അത്
രംഗത്ത് നടക്കുന്ന ഒരു കാഴ്ച ക്വിക്കായിട്ട് ഏറ്റവും ചുരുക്കി അഭിനയിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് കാണിക്കുവാനാണ് ദൈത്യാരി പൂർവജനു ദൂത്യം സമേത്യ നിജസാധ്യം വെടിഞ്ഞു നിഷതേന്ദ്രൻ സേനൈഹ നിർത്തി താനഥ നടന്നു എന്ന് ആദ്യത്തെ വരിയിൽ 26 അക്ഷരമുണ്ട്. അതാണ് ക്ഷണീന്ദ്രപത്നിയുടെ വാണിയും നിശമ്യ പുനരേണീ വിലോചന നടുങ്ങി. അപ്പം 26 അല്ലെങ്കിൽ 27 അക്ഷരമാണ് ആദ്യത്തെ വരിയിലുള്ളത്. ഇങ്ങനെ സങ്കേതങ്ങൾ കൊണ്ടും അർത്ഥവ്യാപ്തി കൊണ്ടും അഭിനയ സാധ്യതകൾ കൊണ്ടും കലാശങ്ങൾ കൊണ്ടും എന്ന് വേണ്ട എല്ലാം കൊണ്ടും സമ്പൂർണമായ ഒരു കലയെ അതിൻ്റെ മുഴുവൻ ഏത് പദം എപ്പോൾ ചോദിക്കണം, പാതിരാത്രി ചോദിച്ചാൽ അതുപോലെ പറഞ്ഞു തരും, അർത്ഥവും പറഞ്ഞു തരും. അധ്യക്ഷൻ കൂടുതൽ പറഞ്ഞാൽ ഇവൻ്റെ ഇത് കേൾക്കാനല്ല ജയകുമാർ സാർ പറയുന്നത്, വിജയൻ്റെ എല്ലാം വാക്കുകൾ കേൾക്കണം. ഇത്ര സമഗ്രമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം കഥകളിയിൽ ഇംഗ്ലീഷിൽ മാത്രമല്ല, ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ നന്ദികേടായിപ്പോവും. 23 വർഷം ദൃശ്യവേദി, ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ദൃശ്യവേദി, സാറിൻ്റെ വിദ്യാർത്ഥികൾ USA വിസ്കോൺസിൻ സർവകലാശാലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പൗരസ്ത്യ അല്ലെങ്കിൽ കേരളീയ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിന് അവർക്ക് മനസ്സിലാക്കുന്നതിനൊരു വേദി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സാറ് സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. പിന്നീട് അതങ്ങ് നിന്നുപോയി. ആ കലാരൂപങ്ങൾ പഠിപ്പിക്കാൻ ഇത് കണ്ട് പഠിച്ചിട്ട് സാറിന് അപ്രീസിയേഷൻ എഴുതി കൊടുക്കണമായിരുന്നു. ഇത് അങ്ങനെയുള്ളവർക്ക് ഈ ഇംഗ്ലീഷിലുള്ള പുസ്തകം വളരെ പ്രയോജനകരമായിരിക്കും. ഇതിൻ്റെ പ്രകാശന കർമ്മത്തിന് ഞാൻ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് അധികം കടന്നിട്ടില്ല. വേദവ്യാസൻ പറഞ്ഞു, മഹാഭാരതം എഴുതി കഴിഞ്ഞുടനെ ഇതിലുള്ളതെല്ലാം മറ്റു പല ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരിക്കാം, എന്നാൽ ഇതിലില്ലാത്ത ഒന്നും തന്നെ മറ്റൊരു ഗ്രന്ഥത്തിലും ഉണ്ടാവില്ല എന്നാണ് വേദവ്യാസൻ മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞത്. കഥകളിയെപ്പറ്റി ഇതിലില്ലാത്ത കാര്യങ്ങൾ മറ്റൊന്നിലും ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങളും എൻ്റെ വിനീതമായ നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാറിനെ ഞങ്ങൾക്ക് കുറേ കൊല്ലങ്ങൾ കൂടി ഇതേ ആരോഗ്യത്തോടെയെങ്കിലും തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. അടുത്തതായി ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ കെ ജയകുമാർ IASനെയും സ്വീകരിക്കുന്നതിനായി മാർഗി വിജയകുമാർ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ശ്രീനിവാസൻ, നമ്മുടെ എല്ലാം ആദരവിന് പാത്രമായ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ പ്രബോധേന്ദ്രൻ നായർ, പുസ്തകം സ്വീകരിച്ച മാർഗി വിജയകുമാർ, ഇനി നമ്മളെ ആശംസിച്ച് അനുഗ്രഹിക്കേണ്ട ശ്രീ രാധാകൃഷ്ണൻ, നമ്മളെ സ്വാഗതം ചെയ്ത ശ്രീ ഗോപൻ, എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കഥകളിയെ പറ്റിയുള്ള ആധികാരികമായ കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ ഈ മാർഗിയിലും ദൃശ്യവേദിയിലുമായിട്ട് ജീവിതം മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഒന്നാം ദിവസത്തെ കഥകളി മുഴുവൻ പറയാത്തത് ഭാഗ്യം.
സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഈ പുസ്തകം എഴുതിയാൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഒരു പണ്ഡിതൻ എങ്ങനെ ഇരിക്കണം എന്ന് നമ്മുടെ ഇക്കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ബൗദ്ധികമായി വലിയ ആവേശമൊന്നുമുള്ളൊരു കാലമല്ല. ബൗദ്ധികമായ പ്രവർത്തനങ്ങളൊക്കെ വളരെ അൺഫാഷനബിളായിട്ടുള്ളൊരു കാലഘട്ടമാണിപ്പോൾ. എത്രത്തോളം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ആളുകളാണ് ബുദ്ധിമാന്മാരും പ്രഗത്ഭന്മാരും. കഥകളിയെപ്പോലെ എത്രയെങ്കിലും വർഷം വിജയകുമാർ വേഷം കെട്ടാനായിട്ട് എത്ര വർഷം പഠിച്ചിട്ടാണ്. ഇപ്പോഴും വാസ്തവത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ പെർഫോമൻസും ഒരു പാഠശാലയല്ലേ എന്ന് പറയുന്നത് പോലെ ഇത്രയും വർഷങ്ങളൊക്കെ എടുത്ത് ഒരു കലാരൂപത്തെ ഉപാസിക്കാനൊന്നും ഇന്നത്തെ തലമുറയ്ക്കോ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ മാനസിക അവസ്ഥയ്ക്കോ ഇതൊന്നും ഇപ്പോൾ ചേരുന്നതല്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഒരു പണ്ഡിതൻ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ സാറിനെ നോക്കിയാൽ മതി. സാറിൻ്റെ ജീവിതം നമ്മൾ പിന്തുടർന്നാൽ മാത്രം മതി. ഈ അക്ഷീണമായ ധിഷണ എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും തളരാത്ത ആവേശം, ഒരിക്കലും കെട്ടടങ്ങാത്ത ഒരു കർമ്മ കുശലത. ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, അതാണ് എൻ്റെ നിയോഗം. എന്താണ് ഈ ശരീരം ഖലു കർമ്മസാധനം എന്ന് പറഞ്ഞതുപോലെ സദാ നേരവും പ്രവർത്തിക്കാനാണ് എൻ്റെ ഈ ജന്മം എന്ന ഒരു തിരിച്ചറിവോടുകൂടി തനിക്ക് താല്പര്യമുള്ള അറിവുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൂടുതലായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടും എഴുതിക്കൊണ്ടും പ്രഭാഷണം നടത്തിക്കൊണ്ടും അദ്ദേഹം തൻ്റെ ജീവിതം ധന്യമാക്കുന്നു എന്നുള്ളതാണ്. ആശാൻ പറഞ്ഞതുപോലെ ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനം ഒരു സാർവഭൗമനിൽ എന്നുള്ള വരി അദ്ദേഹത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണോ എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനം ഒരു സാർവഭൗമനിൽ എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക മേഖലയിലെ സാർവഭൗമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാറിന് ഏറ്റവും ഇണങ്ങുന്ന വരികളാണ് മഹാകവി നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ട് പോയത് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വയസ്സെത്രയാണെന്ന് നമ്മൾ ചോദിക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വയസ്സ് ഈ പുരാണങ്ങളിൽ, ഇന്ത്യൻ മിത്തോളജിയിൽ 4 കുമാരന്മാരെ പറ്റി പറയുന്നുണ്ട്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ, അല്ലേ? 4 കുമാരന്മാർ. ഈ 4 കുമാരന്മാർ എപ്പോഴും ചെറുപ്പക്കാരാണ്, കൊച്ചുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ വിജ്ഞന്മാരുമാണ്, അവർ മഹാപണ്ഡിതന്മാരുമാണ്. അവർക്ക് പക്ഷേ പ്രായമില്ല. എന്താണത് സൂചിപ്പിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള വിജ്ഞാനദാഹികൾക്കും ജ്ഞാനികൾക്കും പ്രായമില്ല. നിങ്ങളുടെ ധിഷണയാണ്, അല്ലാതെ ശരീരത്തിൻ്റെ പ്രായമോ ഒന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങൾ വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും യൗവനയുക്തമായിരിക്കും എന്നർത്ഥം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും സാറ് തന്നെയാണ്. ശാരീരികമായ ചെറിയ പീഡകളൊക്കെ സാറിനുണ്ടാവുമെന്ന് വകവച്ചിട്ടില്ല. പക്ഷേ എന്നാലും രാവിലെ മുതൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് പല മേഖലകളിൽ അദ്ദേഹം വ്യാപരിക്കുന്നുണ്ട്. ഭാഷാശാസ്ത്രമായാലും സാഹിത്യമായാലും കഥകളിയായാലും ഒരുപാട് മേഖലകൾ. എനിക്ക് അദ്ദേഹത്തെ ഞാൻ മലയാള യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ആഹ്ലാദകരമായിട്ടുള്ള ക്ലാസ്സുകൾ അദ്ദേഹം എൻഗേജ് ചെയ്തു. കുറേ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തു. അത് അത് ഒരു കോർണർ നമ്മൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു പേരൊക്കെ ഉണ്ട്, പ്രബോധ ചന്ദ്രോദയം എന്ന് മറ്റാണെന്നുണ്ടല്ലേ, ആണോ? ഒരു പ്രത്യേക 4-5 അലമാരയിൽ ഞങ്ങൾ കുറേ പുസ്തകങ്ങൾ അദ്ദേഹം തന്നത് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ. മലയാള സർവകലാശാലയുടെ നല്ല ലൈബ്രറിക്ക് എന്നെ കൂടി ഇത്ര നന്നായിട്ട് പറയാനാണ് കേട്ടോ. അത് സാമാന്യം നല്ലൊരു ലൈബ്രറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ പുസ്തകങ്ങളും അവിടുത്തെ ഒരു സെക്ഷനിൽ വളരെ ഭംഗിയായിട്ട് ഒരു 3-4 അലമാരകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ തരണമെന്ന് തോന്നിയത് തന്നെ വലിയൊരു അറിവ്. എന്താണ് വിജ്ഞാനത്തെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞതുപോലെ അത് കണ്ടപ്പോൾ സാറിന് തോന്നി എൻ്റെ പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് തന്നത് ഞാൻ ഇപ്പോഴും വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അക്ഷീണമായിട്ടുള്ള ഒരു ജീവിതം. അത് പ്രത്യേകിച്ചൊരു പ്രശസ്തിക്കോ പേരിനോ ഒന്നും വേണ്ടിയിട്ടല്ല, അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. എത്ര പേരുണ്ട് നമ്മുടെ സർവകലാശാലകളിൽ ഈ ഒരു മാതൃക പിന്തുടരുന്നവരായി എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്കെല്ലാവർക്കും അറിയാം. കഥകളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആധികാരികമായിട്ട് ഞാൻ കഥകളിയെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നത് ഒരു സമൂഹത്തിൻ്റെ
ഓരോ കാലഘട്ടത്തിലും ഓരോ ഋതുഭേദം എന്നൊക്കെ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ ഒരു സമൂഹം ആഴത്തിൽ ചിന്തിക്കുകയും ഗഹനമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടവും തുടർന്ന് വളരെ ഉപരിപ്ലവമായി ജീവിക്കുന്ന ഒരു ഘട്ടവും ഇങ്ങനെ ഇടകലർന്ന് നമ്മുടെ ചരിത്രത്തിൽ വരുന്നുണ്ടോ എന്നെനിക്ക് തോന്നുകയാണ്. കഥകളിയൊക്കെ ഉണ്ടായത് ജീവിതത്തെ ഗാഢമായി കാണുകയും അതിനെ ഫിലോസോഫിക്കലായും ആർട്ടിസ്റ്റിക്കായിട്ടുമൊക്കെ അതിൻ്റെ ഗഹനതയിൽ കണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ ഒരു സമൂഹം തയ്യാറായപ്പോഴായിരിക്കണം കഥകളിയെപ്പോലുള്ള ഈ an art with immense possibilities എന്നൊക്കെ സാറ് പറയുന്ന ഓഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്ന ഒരു കലാരൂപം ഉണ്ടായത്. നമ്മുടെ ഈ കാലത്ത് ഏറ്റവും വലിയ കലാരൂപം സിനിമയാണ്. സിനിമ മോശപ്പെട്ട കലാരൂപമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ ബ്ലെൻഡഡ് ആർട്ട്. അത് കഥകളി ഒരു ബ്ലെൻഡഡ് ആർട്ടാണ്, ഇല്ലെന്നല്ല. പക്ഷേ പല കലാരൂപങ്ങൾ ഒത്തുചേരുമ്പോഴുണ്ടാവുന്ന ഒരു കോമ്പോസിറ്റ് ആർട്ടാണ് സിനിമ. അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് കടക്കുമ്പോൾ കഥകളി പോലെ ഇത്രയും ആഴത്തിലുള്ള അനന്തമായ സാധ്യതകളുള്ള ഈ ഒരു കലാരൂപത്തെ ഒന്ന് മെരുക്കിയെടുക്കണമെങ്കിൽ 8, 10, 15 വർഷമൊക്കെ വേണ്ടി വരുന്ന ഈ കലാരൂപത്തെക്കുറിച്ച് അനേക വർഷങ്ങളെടുത്ത് അദ്ദേഹത്തിൻ്റെ അറിവുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി എന്നുള്ളത് ഏറ്റവും ബുദ്ധിപൂർവമായി. കാരണം മലയാളത്തിൽ ഇത് എഴുതിയിരുന്നുവെങ്കിൽ സാറിനോട് ആളുകൾ ചോദിച്ചു, സാർ എന്താണ് ആവശ്യം, ഇപ്പോൾ എന്തിനാണ് സാർ ഈ കഥകളിയെ പറ്റിയൊക്കെ പുസ്തകം എഴുതുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് സാർ. ഇംഗ്ലീഷിലായതുകൊണ്ട് കുഴപ്പമില്ല, കാരണം പിന്നെ ഇതറിയാൻ താല്പര്യമുള്ളവരിത് വാങ്ങിച്ചോളും, 900 രൂപയും തരും, ഒരു സംശയവുമില്ല. പക്ഷേ മലയാളത്തിലാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ചോദിക്കും, ഇപ്പോഴാരെങ്കിലും കഥകളിയെപ്പറ്റി പുസ്തകം എഴുതും സാർ. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, ഇത് മലയാളത്തിൽ എഴുതാത്തത് എന്തായാലും ബുദ്ധിയായിപ്പോയി. ഈ ലോക പരിചയമുള്ളത് കൊണ്ടായിരിക്കണം സാറിന് ഇങ്ങനെ തോന്നിയത്. മലയാളം അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ ഈ കഥകളി എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ സമൂഹത്തിന് ഗഹനതയെപ്പറ്റിയും ആഴത്തെപ്പറ്റിയും ഒക്കെ ഒരു അവബോധമുണ്ടായിരുന്ന ഒരു കാലത്ത് രൂപപ്പെട്ടു വന്ന ഈ കഥകളി നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരു സാംസ്കാരികമായ മെച്യൂരിറ്റിയുടെ ആ ഒരു ആഴത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി, അഭിമാനമായി നമുക്ക് നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ വള്ളത്തോളിനെ പോലുള്ളവരൊക്കെ ഇത് അസ്തമിച്ചു പോകാൻ പാടില്ല. ഒരുപക്ഷെ അന്നത്തെ തലമുറ ഇത്ര മോശമായിരുന്നില്ല. അന്ന് പുസ്തക വായനയൊക്കെ ഉള്ള കാലത്ത് പോലും വള്ളത്തോളിനെ പോലുള്ളവർ ഭയന്നു, ഇത് നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത്. ഇന്നത്തെ നില അതിനേക്കാൾ പരിങ്ങളിലാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, കഥകളി അസ്തമിച്ചു പോകുന്നത് ഞാൻ പറയുന്നില്ല. കഥകളി നിലനിൽക്കും. അതിന് ഒരു പക്ഷേ കാലോചിതമായിട്ടുള്ള പേട്രണേജും ഉണ്ടാവും. ഇപ്പോൾ ഈ സാമ്പത്തിക വികസനമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇത്തിരി പ്രയോജനം നമുക്കും കിട്ടും, ചില പേട്രണേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കഥകളിയൊന്നും അസ്തമിക്കുകയില്ല. പക്ഷേ കഥകളിയെ പറ്റിയുള്ള അറിവും ആസ്വാദനവും ഉപരിപ്ലവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ഗഹനമായി ഇതിൻ്റെ പദത്തെപ്പറ്റി, ഇതിൻ്റെ ആഹാര്യത്തെപ്പറ്റി ഒക്കെ തന്നെ സാറ് വേഷങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായി, എന്നാൽ ക്ലിഷ്ടതയില്ലാതെ ആവശ്യമില്ലാത്ത വിശദാംശങ്ങളിലേക്ക് പോകാതെ ഇതിലെ ഓരോ ചാപ്റ്ററിനെ പറ്റി ഓരോ പുസ്തകം എഴുതാം. അത് സാറിന് സാധിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, എസെൻഷ്യലായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ഷൽ. ആക്ച്വലി ഇതൊരു വിക്കിപീഡിയയാണ്, കഥകളിയെപ്പറ്റി ഒരു വിക്കിപീഡിയയാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഗഹനതയെപ്പറ്റി ഓർമ്മിപ്പിക്കാനുള്ള ഒരു സൂചനാ ഫലകം എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിനെ പോലുള്ള ഒരു പ്രതിഭാശാലിയെ, ഒരു ബുദ്ധിജീവിയെ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ അനുകരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കട്ടെ. സാർ ഈ പ്രായത്തിലും ഇങ്ങനെയുള്ളൊരു പുസ്തകരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ തന്നെ 60 വയസ്സാകുമ്പോൾ പറയും വയസ്സ് 10-60 കേട്ടോ. സാർ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പറയുകയുമില്ല. ഇവിടെ 50 വയസ്സാകുമ്പോഴാണോ വയസ്സ് എത്രയെന്ന പേര് 50 വയസ്സായി. ഒരു കാര്യമില്ല, ശരീരം പറയാം നിങ്ങൾക്ക് വിശ്രമിക്കും, അപ്പോൾ വിശ്രമിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്നോട് കൂടെ പറയുകയാണത്. എന്നോട് കൂടെ ശരീരം പറയും ടൈം ടു ടേക്ക് റെസ്റ്റ്. അതുവരെയും നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഒരു നല്ല പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം. അതിൻ്റെ മകുടോദാഹരണമാണ് സാറ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനം ഒരു സാർവഭൗമനിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആഹ്ലാദപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ പ്രകാശിപ്പിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ. കഥകളിയിലെ സ്ത്രീവേഷ സൗന്ദര്യത്തിന്റെ ആൾ രൂപം എന്ന് പ്രബോധചന്ദ്രൻ നായർ സർ തന്നെ വിശേഷിപ്പിക്കാറുള്ള മാർഗി വിജയകുമാർ സാറിനെ ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിട്ടുന്നത് സ്ത്രീവേഷമാണെങ്കിൽ ശബ്ദം അത്ര സുഖകരമല്ല. ഞങ്ങൾ ഈ കഥകളി എന്ന് പറയുന്ന കല ഞങ്ങളുടെ ഏറ്റവും വലിയ ധന്യത
അല്ലെങ്കിൽ ഞങ്ങളെ ഈ കല തന്നെയാണ് നിൽക്കേണ്ടത്, ഇത് പോരാ, ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആസ്വാദകരാണ്. അത് പ്രബോധന സാറിനെ പോലെയുള്ളവരുടെ മുന്നിൽ ഞാൻ ഉൾപ്പെടെയുള്ള കഥകളി കലാകാരന്മാർക്ക് വേഷം കെട്ടി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ധന്യത, ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു ഇത്രയധികം കഥകളി കണ്ടിട്ടുള്ള ആൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടിട്ടുണ്ടോ ഉണ്ടാവാം, സാറിൻ്റെ അത്രയും പ്രായമുള്ളവർ. പക്ഷേ കഥകളി അങ്ങനെ കണ്ടാൽ മതിയോ? കഥകളി അങ്ങനെ കണ്ടാൽ പോരാ, അറിഞ്ഞ് കാണേണ്ടതല്ലേ? എന്നാൽ അറിഞ്ഞ് കണ്ടാൽ മാത്രം മതിയോ? ആഴത്തിൽ അറിയണ്ടേ? വേണം. ആഴത്തിൽ അറിഞ്ഞ് കാണുന്നവരുടെ എണ്ണത്തിൽ സാറ് മുൻപന്തിയിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ് കണ്ട കഥകളി ആസ്വാദകനിൽ സാറ് ഏറ്റവും മുൻപന്തിയിലാവും. തിരുവനന്തപുരത്ത് ദൃശ്യവേദിയിലും മാർഗിയിലും, ദൃശ്യവേദിയിലാണ് അധികവും, എല്ലാ കളികൾക്കും വരികയും കാണുകയും ആഴത്തിൽ കാണുകയും പല രീതിയിൽ നോക്കി കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ട് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ പിറ്റേ ദിവസം സാറ് തന്നെ പറയാറുണ്ട്, ഞാൻ ഈ കളി ദിവസം അണിയറയിൽ പോയി ആരെയും കാണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഓവർ സ്ട്രെയിൻ എടുത്ത് ബുദ്ധി പ്രയാസപ്പെട്ട ഒരു വേഷമൊക്കെ കിട്ടി ക്ഷീണിച്ച് വന്ന് വേഷമൊക്കെ അഴിക്കുന്ന സമയത്ത് ചെന്ന് ബുദ്ധിമുട്ടിക്കാൻ, ഉപദ്രവിക്കാൻ സാർ തയ്യാറാവില്ല എന്ന് സാറിനെ പറഞ്ഞിട്ടുമുണ്ട്. പിറ്റേ ദിവസം വിളിച്ച് ഗുണങ്ങളും ദോഷങ്ങളും, അധികവും ദോഷങ്ങളാവും പറയുക, ഗുണങ്ങളും പറയാതിരിക്കില്ല. എന്താ ആ ദോഷങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പിന്നെ ഒരവസരം കിട്ടുമ്പോൾ അത് തിരുത്താൻ കഴിയും. ഈ അടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ, ഈ ദൃശ്യവേദിയിൽ കീചകവധം കഥകളി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഞാൻ കെട്ടേണ്ടത് അതിനകത്ത് സൈരന്ധ്രിയോ സുദേഷ്ണയോ ആണ്. സ്വരന്ധ്രിയാണെന്ന് കെട്ടിയതും പാഞ്ചാലി ആണ് വേഷം. തലമുടി ദുശാസനാൽ അഴിക്കപ്പെട്ട തലമുടിയാണ്, അജ്ഞാതവാസ കാലമാണ്. എങ്കിൽ പോലും തലമുടി മുന്നിലേക്ക് ഇട്ട് തലമുടി കെട്ടിയിട്ടില്ല എന്ന സൂചകമായി വേണം. അതാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വരൂപം. ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ കെട്ടിയിരിക്കുന്നതിൻ്റെ പേര് കൊണ്ട എന്നാണ് ഈ ഭാഗത്ത് ചെരിഞ്ഞ് കാണുന്നത്. ഇത് തലമുടിയാണ് എന്ന സങ്കല്പത്തിലാണ്. പിന്നെ ഇതിങ്ങനെ കാണിക്കണ്ട എന്ന ഒരു ഗുരുതുല്യനായ ഒരാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് കാണിക്കണ്ട എന്ന് തീരുമാനിച്ചത്. സാറ് പറഞ്ഞത് അത് കാണിക്കുന്നത് നല്ലതാണ്, ശരിയാണ്, കാണിക്കണം. അതിനുശേഷം ഞാൻ പിന്നെ കെട്ടിയ സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പുസ്തകത്തിൻ്റെ പേര് കഥകളിയിലെ സമുദ്ര സമാനമായ സാധ്യതകളാണ്. കഥകളിയിലെ എല്ലാ കഥാപാത്രങ്ങൾക്ക് നമ്മൾ പരിശോധിച്ചാൽ അനന്തമായ സാധ്യതകളാണ് ഈ കലാകാരന്മാർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ സൈരന്ധ്രി വേഷത്തിൻ്റെ ഒരു വളരെ ചെറിയ സാധ്യത ഞാൻ പറയാം. ഈ തലമുടി ഇങ്ങനെ കിടന്നാലുള്ള മേന്മ എന്താണ്, സാധ്യത എന്താണ് എന്നുള്ളത്. ഈ ഉദ്യാനത്തിൽ ഈ പാഞ്ചാലി അല്ലെങ്കിൽ സൈരന്ധ്രി അല്ലെങ്കിൽ മാലിനി എന്ന പേരാണ് അജ്ഞാതവാസ കാലത്ത്. സൈരന്ധ്രി ജോലിയുടെ പേരാണ് സൈരന്ധ്രി. കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് പാഞ്ചാലി എന്നാണ്. ഉദ്യാനത്തിൽ നിന്ന് പൂക്കളിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കീചകം കാണുന്നത്. ഞാൻ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പ് ആരും കാണിച്ച് കണ്ടതായിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. ഈ പൂവ് ഇങ്ങനെ പറിച്ചാൽ ആദ്യ സുഗന്ധമായ പൂവാണ്, വളരെ നല്ല മണം. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് തോന്നുന്നത് ഇത് തലയിൽ ചൂടിയാലോ എന്ന് തോന്നാം. അപ്പോഴാണ് തൻ്റെ ഈ തലമുടി തനിക്ക് ഓർമ്മ വരുന്നത്. ഈ പൂവ് എടുത്തപ്പോഴാണ്. കീചകനാൽ അഴിക്കപ്പെട്ടതാണ്, അല്ലെ ദുശാസനാൽ അഴിക്കപ്പെട്ടതാണ്. ഈ പാഞ്ചാലിയുടെ തലമുടിയിൽ 2 പേരെ പിടിച്ചിട്ടുള്ളൂ. നല്ല നീണ്ട തലമുടിയാണ്, വളരെ ഇടതൂർന്ന ആരെയും ആകർഷിക്കുന്ന തലമുടിയാണ് ദ്രൗപദിക്ക്. ഒന്ന് ദുശാസനും പിന്നെ പിടിച്ചാണ് കീചകനുമാണ്. അപ്പം ഈ സാധ്യത, അഭിനയത്തിൻ്റെ സാധ്യത നമുക്ക് പ്രേക്ഷകനെ ഈ പൂവിൽ നിന്ന് കൊണ്ട് ഈ തലമുടിയിലേക്ക് കൂടുകയും ദുശാസനം ചെയ്ത ഓർക്കുകയും
തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെയുള്ള സാധ്യതകൾ. പുസ്തകത്തിൻ്റെ പേരെന്താ? അതിൻ്റെ ടൈറ്റിൽ സാധ്യതകളാണ്. ഇങ്ങനെ ഒരുപാട് എല്ലാ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെ ഉള്ള സാധ്യതകൾ കഥകളിയിൽ അനവധി ഉണ്ട്. ഇത് കണ്ടെത്തിയാണ് സാറ് വളരെ ശ്രമകരമായ പണിയെടുത്തിട്ടാണ് ഈ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പുസ്തകം. എന്നെപ്പോലുള്ള ആളിന് ഇത് വായിക്കാൻ പറ്റിയ പുസ്തകമല്ല. കാരണം എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അതാ വായിക്കുക, ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അതുകൊണ്ട് അറിയുന്നുള്ളവരുണ്ടല്ലോ, അവർ വായിക്കും. മലയാളം ആണെങ്കിൽ നമ്മളെ പോലുള്ളവർ വായിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊരു വലിയ, ഇതുവരെ കഥകളിയുടെ അസാമാന്യമായ ആഴക്കൊണ്ടും പരപ്പ് കൊണ്ടും വളരെ സാധ്യതകളുള്ള അത് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം ഇത് ആദ്യം തന്നെയാണ്. ഇതിനു മുമ്പ് എൻ്റെ പുസ്തകം കണ്ടതായിട്ടോ കേട്ടതായിട്ടോ അറിവില്ല. ഇത് ആദ്യം തന്നെയാണ്. കഥകളി കലാകാരന്മാർക്ക് വായിച്ചാൽ മനസ്സിലാകില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതായ പലതും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെയുള്ള സാധ്യതകൾ അനവധിയുണ്ട്. അതിൽ ഈ പുസ്തകം മറ്റൊരു കാര്യമുള്ളത്, ഈ പുസ്തകം സ്വീകരിക്കുക, ഏറ്റുവാങ്ങുക എന്നുള്ളതിന് എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ കലാജീവിത യാത്രയിലെ പല സൗഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് എന്നെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും പത്രങ്ങളിലും ഒക്കെ അനവധി തവണ എഴുതിയിട്ടുള്ള ആളാണ് സാർ, പ്രഭുദേവ സാർ. ഇതെല്ലാം ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടും ഉണ്ട്. അപ്പോൾ എന്നെ ശരിക്കും മനസ്സിലാക്കി ഇതുകൊണ്ട് കൂടിയാകണം ഇതിൽ ഞാൻ മതി എന്ന് തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ആ നിശ്ചയം. എന്തായാലും ഈ സൗഭാഗ്യം എനിക്ക് കിട്ടിയതിലുള്ള നന്ദി സാറിനോടും കുടുംബത്തോടും, ടീച്ചറൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരോടും, കുടുംബം മുഴുവൻ എനിക്ക് അറിയാവുന്നവരാണ്. ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, 2005 സാറിൻ്റെ മകൾ അമേരിക്കയിലാണ്. അന്ന് അവിടെ ചെന്ന് ഞങ്ങൾ പോകുമ്പോൾ സാർ അവിടെ ഉണ്ട്. അപ്പോൾ സാറും ഫാമിലി എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി സാറിൻ്റെ കൊച്ചുമക്കളെയൊക്കെ കഥകളി കാണിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഈ കഥകളി കലാകാരന്മാരോട് പ്രത്യേകമായ ഒരു മമത സാറിനുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാറിനെ പോലുള്ളവരുടെ മുന്നിൽ ഈ വേഷം കെട്ടി കളിക്കാതെ വേഷങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെയൊക്കെ ധന്യത, ഞങ്ങളെ ഈ രംഗത്ത് പിടിച്ച് നിർത്തുന്നതും. ഇങ്ങനെ ഒരു പ്രചോദനം, നല്ല പ്രചോദനം കിട്ടിയില്ല എങ്കിൽ എങ്ങനെ ഈ രംഗത്ത് നിലനിൽക്കും? ആ നിലനിർത്തുന്നതിൻ്റെ പ്രധാന കാരണം സാറിനെ പോലെയുള്ള ആസ്വാദകരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്. ഈ കഥകളി നമുക്കറിയാം, കഥകളി നന്നാവണമെങ്കിൽ എന്തു വേണം എന്ന് പലരും ചോദിക്കും. ഈ കഥകളി നന്നായില്ല, നന്നാവാനിപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചാൽ 4-5 സായുണ്ട്. സമയം. രാത്രി 12 മണിക്ക് തുടങ്ങുന്ന കഥകളി ആര് കളിച്ചാലും അത്ര നന്നാവില്ല. കളിക്കുന്ന ആളിനും കാണുന്നവർക്കൊക്കെ ക്ഷീണമാണ്. പിന്നെ സദസ്സ് പ്രധാനപ്പെട്ടതാണ്, അതിനൊരു സായാണ്. സഹകലാകാരന്മാർ, അതും പ്രധാനപ്പെട്ടതാണ്. സന്ദർഭം, സൗകര്യം, സുഖം, ഇതൊക്കെ ഈ കുറേ ചേരുമ്പോഴാണ് കഥകളി സമ്പൂർണ്ണമാകുന്നതും നന്നാവുന്നതും. എല്ലാവർക്കും സദസ്സിൽ നിറഞ്ഞ പ്രൗഢമായ സദസ്സ് തന്നെ എന്ന് പറയണം. ഒന്നും മിണ്ടാത്തവരാണ് ഞങ്ങൾ കഥകളിക്കാർ. സംസാരിക്കാൻ പാടില്ല, തുറക്കാനേ പാടില്ല. പല്ല് കണ്ടുപോകരുതെന്നാണ് പറയണത്. പല്ല് കാണിക്കരുത്, പല്ല് വെളി കണ്ടുപോകരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിക്കുന്നത് അതാ, തുറക്കരുത്. എന്തായാലും എല്ലാവരെയും കാണാനും പല മുഖങ്ങളും ഉണ്ടായി. വാര് പറഞ്ഞതുപോലെ ഞാൻ അറിയുമെന്നല്ല, നൂനെയും എന്നെയും അറിയും. എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു സന്തോഷകരമായ സായാഹ്നം
ആണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയത്. ഇനി ഒരു വേഷം കെട്ടാനൊരു സ്ഥലത്തേക്ക് എത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് അതി കഴിയുന്നത് വരെ നിൽക്കുന്നില്ല, പോകും. എല്ലാവർക്കും സന്തോഷം. നന്ദി സർ. നാടകം, കഥകളി തുടങ്ങിയ മേഖലകളിൽ സജീവ സാന്നിധ്യമായ പ്രസാർ ഭാരതി ഡയറക്ടറായിരുന്ന എസ് രാധാകൃഷ്ണൻ സാറിനെ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ അധ്യക്ഷൻ ശ്രീനിവാസൻ സർ, ഇന്ന് ഈ പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ച എനിക്ക് ദ്വേധ ആദരണീയനായ ശ്രീ കെ ജയകുമാർ, ഇതിൻ്റെ പ്രകാശകാരൻ എന്ന നിലയ്ക്കും എൻ്റെ ജ്യേഷ്ഠ സഹോദരനിലേക്കും ദ്വേധ ആദരണീയനായ അദ്ദേഹത്തിലേക്ക്, ആരാധ്യനായ അദ്ദേഹത്തിലേക്ക്, ശ്രീ ഗോപകുമാർ, പിന്നെ എന്നെ തീർത്തും ഏകലവ്യനാക്കി മാറ്റിയ എൻ്റെ ദ്രോണാചാര്യരായ പ്രബോധൻ നായർ, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രബോധൻ നായരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അതാണ് ഇത്ര നേരവും ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അത് കേൾക്കാനായി ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും എത്ര പ്രൗഢമായ, എത്ര മനോഹരമായ, എത്ര പണ്ഡിതോചിതമായ ഒരു സദസ്സ് ഈ ഓഡിറ്റോറിയത്തിൽ അടുത്തിടയ്ക്കും ഉണ്ടായിട്ടില്ല. ഈ അറ്റത്തിരിക്കുന്ന ചേട്ടന്മല്ല ചേച്ചിമല അങ്ങോട്ട് ഏറ്റവും പുറകിരിക്കുന്ന ആൾക്കാർ വരെ ആരെ എടുത്ത് പറഞ്ഞാലും അത്രയ്ക്ക് ഒരു ആഴത്തിൽ ഒരു കലാരൂപത്തെയും ഒരു സംസ്കാരത്തെയും വിലയിരുത്താൻ കഴിയുന്ന, അതിനോട് പ്രതികരിക്കുന്ന, ജൈവമായി പ്രതികരിക്കുന്ന ഒരു സദസ്സ്. അങ്ങനെ സദസ്സിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ വാസ്തവത്തിൽ മഹാഭാഗ്യം. ഞാൻ സാറിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയുക എന്നതിനേക്കാൾ നല്ലത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിന് ലോക കലാവേദിക്ക് തന്നെ ലഭിച്ച അതിമനോഹരമായ അത്യന്തം മൂല്യവത്തായ ഒരു സംഭാവനയാണ് ഈ ഓഷ്യൻ ഓഫ് പോസിബിലിറ്റീസ് എന്ന് കഥകളിയെ വിശേഷിപ്പിക്കുന്ന ഈ ഗ്രന്ഥം. ഏതാണ്ട് 300 പേജുകളാണ്, 296 പേജുകൾ, 10 അധ്യായങ്ങളായിട്ടാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 150ഓളം ഉപശീർഷകങ്ങൾ. ഇതിൽ വളരെ ഭംഗിയായിട്ട്, വളരെ കൃത്യമായിട്ട് കഥകളിയുടെ ഉദ്ഭവം, പരിണാമം, ഇന്നത്തെ അവസ്ഥ, ഇതര കലാരൂപങ്ങൾ, നാടകം, സിനിമ തുടങ്ങിയ ഇതര കലാരൂപങ്ങളിൽ ഈ കഥകളി ചെലുത്തിയിട്ടുള്ള സ്വാധീനം, ഞാൻ ഈ കഥകളി എന്ന കലാരൂപത്തെ തീർത്തും സമഗ്രമായി വിലയിരുത്തുന്ന ഒരു വിജ്ഞാന കോശമാണ് ഈ പുസ്തകം. വലിപ്പത്തിൽ ചെറുതെന്ന് തോന്നുമെങ്കിലും കാര്യത്തിൽ മുമ്പനാണ്. വളരെ വളരെ ഒരുപക്ഷെ ലോകത്തിന് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും മൂല്യവത്തായ ഒരു വൈജ്ഞാനിക ഗ്രന്ഥം. കഥകളി എന്ന കലാരൂപത്തെ അടുത്തു നിന്നും അകന്നു നിന്നും നോക്കിക്കണ്ടിട്ടുള്ള ആർക്കും അങ്ങേറ്റം രസകരമായി വായിച്ചു പോകാൻ സാധിക്കുന്ന ഒരു ആഖ്യാന ശൈലിയാണ് സാറിൻ്റേത്. റീഡബിലിറ്റി എന്ന് പറയുമല്ലോ, ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ക്വാളിറ്റീസ് റീഡബിലിറ്റിയാണ്. അത് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്ക് വളരെ കുറവാണ്. പലപ്പോഴും ഈ ഭരതൻ്റെ നാട്യശാസ്ത്രം കുത്തിയിരുന്ന് കമ്പോട് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും? പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇരുന്ന് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും? സംശയമാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ നാട്യശാസ്ത്രം പഠിച്ചേ പറ്റൂ, വായിച്ചേ പറ്റൂ എന്ന് വായിച്ചു തുടങ്ങിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം വായിച്ചു തീർക്കുകയായിരുന്നു. മനസ്സിലായി പഠിച്ചു തീർക്കുകയായിരുന്നില്ല, വായിച്ചു തീർക്കുകയായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പുസ്തകം നമ്മൾ കയ്യിലെടുത്താൽ വായിച്ചു പോകും. ഇതിനകത്ത് സാർ പറയുന്നത് കഥകളി എന്ന കലാരൂപത്തിൽ നമുക്ക് എന്തൊക്കെ അറിയണമോ അതൊക്കെയാണ്. നാം എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ സാർ ഇതിൽ പറയുന്നുണ്ട്. നാം എന്തൊക്കെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ സാർ പറയുന്നുണ്ട്. ഭാവിയിൽ നാം എന്തൊക്കെ അറിയണമോ അതും സാർ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും വളരെ 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 രസകരമായിട്ടാണ് സാർ ഇത് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കഥകളി, ഇപ്പോൾ ജോൺ സാർ പറഞ്ഞല്ലോ അഭിനയത്തെക്കുറിച്ചുള്ള ചതുരഭിനയങ്ങളെക്കുറിച്ചും അതിമനോഹരമായിട്ടാണ് സാർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നിങ്ങനെ ചതുർവിധാഭിനയങ്ങളെക്കുറിച്ചിട്ട്, അവയ്ക്ക് ആധാരമായ വസ്തുതകളെക്കുറിച്ചിട്ട്, ആധാരമായ ഭാവങ്ങളെക്കുറിച്ച്, രസങ്ങളെക്കുറിച്ച്, നവരസങ്ങളെക്കുറിച്ച്, രസങ്ങൾ ഓരോന്നിനെക്കുറിച്ചും വിശദമായി
അവയുടെ എല്ലാം ചിത്രങ്ങൾ ഒരു രസം പ്രകടിപ്പിക്കുമ്പോൾ ഒരു നടൻ്റെ കഥകളി നടൻ്റെ മുഖം എങ്ങനെ ഇരിക്കണം, പുരികം എങ്ങനെ ഇരിക്കണം, ചുണ്ട് എങ്ങനെ ഇരിക്കണം, കണ്ണെങ്ങനെ ഇരിക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ചിത്രങ്ങൾ ചേർത്ത് മുദ്രകൾ, അടിസ്ഥാന മുദ്രകളെല്ലാം ചേർത്ത് വളരെ മനോഹരമായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ മൃഗശീർഷം എന്ന് പറയുന്നത് തെറ്റിപ്പോകാവുന്നൊരു മുദ്രയാണ്, പക്ഷേ വളരെ കൃത്യമായിട്ട് ഇത് എങ്ങനെ വരണം, ഒരു പുഷ്പം ഇങ്ങനെ പിടിക്കണം എന്നുള്ള കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായിട്ടാണ് അതിനകത്ത് ചിത്രങ്ങൾ സഹിതമാണ് വർണ്ണിച്ചു പോകുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ചില സാങ്കേതിക പദങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല ഇതിൽ ചെയ്യുന്നത്, മറിച്ച് ഇതിനകത്ത് ഈ അടുത്തയിടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കളികളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ കളികളിലേക്ക് പങ്കെടുത്ത കലാകാരന്മാരെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഓരോരുത്തരെ കുറിച്ചും അവരുടെ സവിശേഷതകൾ എന്തൊക്കെ ഉണ്ടെന്ന്. ശ്രീ മാർക്കി വിജയകുമാർ അദ്ദേഹത്തിന് സ്ഥാനം വളരെ വാത്സല്യമാണ്. അദ്ദേഹത്തിന് ഒരുപാട് വേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഒരു ഗോപിയാശനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ എത്ര രസമായിട്ടാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം, വളരെ കുറച്ച് വാചകങ്ങൾ വായിക്കാം. നളചരിതമാണ് വിഷയം. The Doyen Kalamandalam Gopi enacted Nala from the non-conventional love scene of the newly wedded couple. Non-conventional love scene. The non-conventional love scene of the newly wedded couple till their sad separation in the forest. As always, Samyamandaru Dhyanathe kurichokkeയാണ് സൂചിപ്പിക്കുന്നത്, the non-conventional love scene. As always, despite some of his minor age-related inabilities, the maestro maintained for about 4 hours the highest level of performance, continuing to deserve in consensus the epithets evergreen hero, Nitya Harada Nayakan, the evergreen hero, and the most sought after role model of Pacha on the contemporary Kathakali stage. Every moment of his interaction with his co-actors brimmed with sparkling charms of imaginative improvisation and emotional acting, as well as gestures, postures, and movements in perfect synchrony with the music and orchestra, both of which were superb. ഗോപിയാശനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പ്രത്യേകിച്ചും ഒരു പണ്ഡിതൻ എഴുതുമ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുള്ളൂ. കാരണം അവർ ഏതാണ്ട് സമകാലികരായിട്ടുള്ള ആളാണ്, അവരിങ്ങനെയൊക്കെ വരുള്ളൂ. അത് മാത്രമല്ല, ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എഴുതുമ്പോൾ സീനിയേഴ്സിനെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളല്ലോ എന്ന് വിചാരിക്കും. സീനിയേഴ്സിനെ കുറിച്ച്, പ്രത്യേകം സൂപ്പർ സീനിയേഴ്സിനെ കുറിച്ച് അവനേ പറയുള്ളൂ എന്ന്. അങ്ങനെയല്ല, അദ്ദേഹം സൂപ്പർ സീനിയേഴ്സിനെ കുറിച്ച് മാത്രമല്ല എഴുതിയിട്ടുള്ളത്, ചെറുപ്പക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ മുക്തകണ്ഠം പ്രശംസിക്കുക മാത്രമല്ല, കൃത്യമായി ഓരോരുത്തരുടെ വീഴ്ചകളും എടുത്ത് പറയുന്നുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത് പറയുന്നുണ്ട്, കേട്ടുള്ളൂ. വേറൊരു ഭാഗം, അതിലെ തന്നെ ദമയന്തിയുടെ ഭാഗം അഭിനയിച്ചതിനെ കുറിച്ച് എഴുതുന്നുണ്ട്. The presentation of the role of Damayanti from the burning of the hunter to ashes, കാട്ടാനെ കൊല്ലുന്ന പോലെ, കാട്ടാനെ ശപിച്ച് ഭസ്മാക്കുന്ന പോലെ, till she reached the safety of her father's palace, however, did not rise to Kanish's expectations. ആസ്വാദകന്റെ ഒരു സൗന്ദര്യ ആത്മഗാന വിധികർത്താവിൻ്റെ ആ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ദിസ് വാസ് ഓൺ അക്കൗണ്ട്, എന്തുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞു പോകല്ല. ദിസ് വാസ് ഓൺ അക്കൗണ്ട് ദ ആക്ടേഴ്സ് idiosyncrasies, including continuous use of Damayanti's head cover to shield almost half of her front, excessive hand gestures to express disgust or anger, and above all, inadvertently presenting the heroine's soliloquy. He is no doubt not a rogue, but a kinsman to the grief-stricken, as the words openly spoken to the instant traders. സത്യവാഹക സംഘത്തോട് പറയുന്ന ആത്മകഥത്തെക്കുറിച്ചാണ് ഈ ഒരു പറഞ്ഞ കുറിച്ചുള്ള. ഇങ്ങനെ ഈ ഒരു നമ്മുടെ കലാകാരന്മാരെ കുറിച്ചായാലും നമ്മളുടെ ഒരുക്കുകളെ കുറിച്ചായാലും സംഘാടകരെ കുറിച്ചായാലും സിംഹാസനപ്പനക്കുന്ന സംഘാടകരെ കുറിച്ചായാലും ഒക്കെ ആഴത്തിൽ പറയുന്ന ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം ഒരു ഗ്ലോസറി തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പദങ്ങൾ, കഥകളി എന്ന് പറയുന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പദങ്ങളെല്ലാം ഒന്നൊഴിയാതെ അദ്ദേഹം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, വർണ്ണിച്ച് എല്ലാ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ന്യായയുക്തമായ വിലയിരുത്തലിൻ്റെ അമൂല്യ ഗ്രന്ഥമാണ്, സംശയമില്ല. പിന്നെ കഥകളിയുമായി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പദങ്ങളുമാണ് ഈ ഗ്ലോസറിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെയാണ് മറ്റൊന്ന്, ഇതിനകത്ത് ഫോട്ടോഗ്രാഫുകൾ, ഇതിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഞാൻ എണ്ണി നോക്കാൻ ശ്രമിച്ചു, ഒരു നിവൃത്തിയുമില്ല, എണ്ണാൻ തീരില്ല. അത്ര അസംഖ്യം ചിത്രങ്ങൾ, അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ, പ്രധാനപ്പെട്ട കഥകളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ. പിന്നെയോ ആ പ്രധാനപ്പെട്ട കഥകളുടെ ഒക്കെ ജിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോഹൻ സാർ പറഞ്ഞതുപോലെ ഹാംലെറ്റിൻ്റെ ജിസ്റ്റ് കൊടുത്തിരിക്കുന്നു, നമ്മൾ എന്താ കൊടുത്തെന്ന് പറഞ്ഞ പോലെ എല്ലാ കഥകളുടെയും ജിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട കഥകളുടെ ഒക്കെ ജിസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
വാദ്യപ്രയോഗം, ആലാപനം, വേഷവിധാനം, അഭിനയ മുഹൂർത്തങ്ങൾ, പല പല കഥകളുടെ അവതരണ ഭാഗങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മെ സഹായിക്കുന്ന QR കോഡുകൾ ധാരാളം. അത് ഞാൻ എണ്ണാൻ നോക്കി, സാധിച്ചില്ല, അതിന് സാധിച്ചില്ല, അത്രയും QR കോഡുകളുണ്ട്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട് എങ്കിൽ, ഈ പുസ്തകവും കയ്യിലുണ്ടെങ്കിൽ, ഒരു കഥകളി സമാരോഹം തന്നെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. നമ്മൾ രാത്രികൾ, എത്രയോ രാത്രികൾ, നമുക്ക് രാത്രികൾ മുഴുവൻ, അദ്ദേഹം പറഞ്ഞ പോലെ രാത്രികൾ മുഴുവൻ നമുക്ക് കഥകളി കണ്ട് ആസ്വദിക്കാൻ സാധിക്കും ഈ ഗ്രന്ഥത്തിൻ്റെ സഹായത്തോടെ. അങ്ങനെയാണ് QR കോഡുകൾ കൊടുത്തിരിക്കുന്നത്. വെറുമൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. നിങ്ങൾക്ക് മേളമാണോ താല്പര്യം? മേളം കേൾക്കാം. ചില വേഷങ്ങൾ കാണാനാണോ താല്പര്യം? അത് കാണാം. കഥ ആടിക്കാണണോ? കഥ ആടിക്കാണാം. അത്രയ്ക്കാണ്. അല്ല, ഒന്നും വേണ്ട, ചില പാട്ടുകൾ കേട്ടാൽ മതിയോ? ഓക്കെ, പാട്ടുകൾ മാത്രമായിട്ട് നമ്മൾ കേൾക്കാം. അങ്ങനെയാണ് QR കോഡുകൾ കൊടുത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഒരു എന്താ പറയേണ്ടത്, പേർത്തും കളി കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഒരു ആസ്വാദകന് ഒരു വലിയ വിഭവം തന്നെയാണ്, ഒരു മഹാസദ്യയാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇത് എൻ്റെ ആശംസ എന്നാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആശംസിക്കാൻ ഞാൻ അല്ല, ഒരിക്കലും അദ്ദേഹം ആശംസിച്ച് കണ്ടിട്ടില്ല. പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല. ഇത് മാത്രമല്ല, എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന, ഈ ഗ്രന്ഥം, ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രന്ഥം സ്വാഭാവികം മലയാളത്തിലേക്ക് വരും. എനിക്കറിയാം, ഉറപ്പായിട്ടും മലയാളത്തിലേക്ക് ആരെങ്കിലും തർജ്ജമ ചെയ്യാതിരിക്കില്ല സർ. സാറിൻ്റെ സമ്മതത്തോടെ, അനുവാദത്തോടെ തർജ്ജമ ചെയ്യാതിരിക്കില്ല. അതിന് പുറമെ, ഇംഗ്ലീഷിന് പുറമെ ഫ്രഞ്ച്, റഷ്യൻ, ലത്തീൻ തുടങ്ങിയ ഭാഷകളിലും, മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ധാരാളം ഭാഷകളിലേക്ക്, മാൻഡറിൻ പോലുള്ള ഭാഷയിലും ഒക്കെ ആയിട്ടുള്ള വിദേശ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെടണം എന്നാണ്. അങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ടാലുള്ള ഗുണം, ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 5 ഭാഷകൾ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചനദികൾ ചെന്ന് ചേരുന്ന ഭൂഖണ്ഡങ്ങൾ, ഈ പഞ്ചനദികളും ശരിക്കും നട്ടും നനച്ച് വളർത്താനായി ഈ കലാരൂപത്തിൻ്റെ എന്നല്ല, സംസ്കാരത്തിന്, സംസ്കൃതികളെ നട്ടു നനച്ച് വളർത്താൻ ഉപകരിക്കുന്ന ഭൂഖണ്ഡങ്ങളിലെല്ലാം ഈ വലിയ കപ്പിത്താൻ ചെന്നെത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ പെട്ടകത്തിൽ ഉപയോഗിച്ച് അദ്ദേഹത്തിന്, ഈ നൗക ഉപയോഗിച്ച്, മഹാനൗക ഉപയോഗിച്ച് ഈ കപ്പിത്താൻ, വലിയ കപ്പിത്താൻ അദ്ദേഹത്തിന് ഈ ഭൂഖണ്ഡങ്ങളിൽ, ഈ സംസ്കൃതികളിലൊക്കെ ചെന്നെത്താൻ കഴിയും. ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപം അവരൊക്കെ നന്നായി ആസ്വദിക്കട്ടെ. ലത്തീൻ ഭാഷയിലൊക്കെ വരട്ടെ ഇത്. എന്നിട്ട് ഫ്രഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായി തീരും ഇത്, ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും. ആ ഭാഷകളിലൊക്കെ ഇത് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത്തരം ഗ്രന്ഥങ്ങൾ ധാരാളം ഇനിയും സർ രചിക്കട്ടെ, നമ്മളൊക്കെ ധന്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ആചന്ദ്രതാരമേ, സന്തതി പ്രവേശമേ, സകല സൗഭാഗ്യങ്ങളും നൽകാൻ ഭഗവാനോട്, സാക്ഷാത് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിലും നിങ്ങൾ ഗുരുജനങ്ങൾ ഓരോരുത്തരുടെയും പാദാരവിന്ദങ്ങളിലും സാഷ്ടാംഗ പ്രണാമം. നന്ദി, നമസ്കാരം. നന്ദി സർ. മലയാള ഭാഷാ ശാസ്ത്രത്തിലും സ്വനവിജ്ഞാനത്തിലും വിദഗ്ധനായ പ്രബോധചന്ദ്രൻ നായർ സർ കേരള സർവകലാശാലയിലെ ലിംഗ്വിസ്റ്റിക് വിഭാഗം മേധാവിയായിരുന്നു. കേരള കലാമണ്ഡല ചെയർമാനായിരുന്ന ഇദ്ദേഹം ശാസ്ത്രീയ സംഗീത രംഗത്ത് പ്രബോധ സംഗീതം പോലുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എസ് ഗുപ്തൻ നായർ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ പ്രബോധചന്ദ്രൻ നായർ സർ ഒട്ടേറെ വർണ്ണ ചിത്രങ്ങളിലൂടെയും QR കോഡുകളിലൂടെയും മറ്റും ഈ ഗ്രന്ഥത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രതിസ്പന്ദനത്തിനു വേണ്ടി സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും, വേദിയിലുള്ള മഹത്തുക്കൾക്കും സദസ്സിലുള്ള സജ്ജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ചില വ്യക്തികളെ എനിക്ക് ഓർമ്മിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. VK ഹരിഹരൻ ഉണ്ണിത്താൻ എന്ന എൻ്റെ അച്ഛനെ പോലെ തന്നെ സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമെല്ലാം മഹാപണ്ഡിതനായിരുന്ന എങ്കിലും എൻ്റെ ശിഷ്യൻ ആയി എൻ്റെ മേൽനോട്ടത്തിൽ PhD എടുത്ത ഒരു പണ്ഡിതൻ ആയിരുന്നു VK ഹരിഹരൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഇതിനിടയ്ക്ക് അന്തരിച്ചു പോയി. അതേപോലെ തന്നെ എൻ്റെ വലം കൈയായിരുന്ന സന്തോഷ് എന്ന സെക്രട്ടറി, അദ്ദേഹവും അന്തരിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും ഈ ഹരിഹരൻ ഉണ്ണിത്താനാണ്
എൻ്റെ ഭാഷാശാസ്ത്ര നിഘണ്ടു ഉൾപ്പെടെയുള്ള ഭാഷാശാസ്ത്ര നിഘണ്ടു 1000 പേജുള്ള ഒരു എൻസൈക്ലോപീഡിക് വർക്കാണ്. അതുൾപ്പെടെയുള്ള എൻ്റെ പുസ്തകങ്ങളെല്ലാം അക്ഷരം പ്രതി വായിച്ച്, സാർ ഇവിടെ ഒരു വള്ളി വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ആകാം അങ്ങനെ ആകാം എന്ന് തിരുത്തി എനിക്ക് തന്നുകൊണ്ടിരുന്ന ആൾ. സന്തോഷ് അതുപോലെ എൻ്റെ മനസ്സിൽ കണ്ടത് സന്തോഷ് ടൈപ്പ് ചെയ്ത് അത് ഭംഗിയാക്കി തരും. ഇപ്പോൾ ഈ കഥകളിയെ തന്നെ ഞാനൊരു കഥകളി കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു കുറിപ്പെഴുതിയാൽ മതി. തടകാവധം സാധാരണഗതിയിൽ ഇല്ലാത്ത കഥയാണ്. അത് ഞാനിവിടെ കണ്ടാൽ അതിനെപ്പറ്റി ഞാൻ എഴുതിയാൽ സന്തോഷ് സാറേ അത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ഥലത്ത്. ഈ അടുത്ത കാലത്ത് വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന അർജുന വിഷാദവൃത്തം അത് ഞാൻ കണ്ടു. അത് സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത്. അന്ന് ശ്രീ ജയകുമാർ അവർകൾ അതിൻ്റെ എൻജിനീയറായ ആട്ടക്കഥാകാരന് ഒരു പൊന്നാടയൊക്കെ ചാർത്തുകയും ചെയ്തു. ദുശ്ശളയുടെ ദുർഗതി അതിനാണ് അതിലെ തീം. അതുകൂടാതെ യുദ്ധം എന്ന് പറയുന്നത് എന്താ ഇതുകൊണ്ടൊരു പ്രയോജനം, സമാധാനമാണ് വേണ്ടത് എന്ന കാലികമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ആ കഥ അവിടെ ആടിയപ്പോൾ ഞാൻ അതിനെപ്പറ്റി എഴുതി സന്തോഷിന് അയച്ചു കൊടുത്തു ഫോണിൽ. ഉടനെ പിറ്റേ ദിവസം സെർച്ച് ചേർത്തിട്ടുണ്ട്. അത് പടങ്ങൾ ജവഹർജി സാറ് അയച്ചു തന്നിരിക്കും, അതും ഞാൻ ചേർത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഇത് കൂടെ ഇങ്ങനെ ഈ അടുത്ത ഇവർ രണ്ടുപേരും വാസ്തവത്തിൽ ഈ ഉണ്ണിത്താനും സന്തോഷം കൈവിട്ട് പോയതോടുകൂടി ഞാൻ കുറേയൊക്കെ നിരാധാരനായിട്ട് വന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ വേദിയിൽ എൻ്റെ ചെറുമകൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ച അവസരത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ വലിയ ദുഃഖത്തിലാണ് ഞാൻ അന്ന് നിന്നത്, ഇന്നും അത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് പറയാനുള്ളത്, എത്രയോ കാലം മുമ്പ് സാക്ഷാൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനെ ഞാൻ ഒരിക്കലിവിടെ VJT ഹാളിൽ അദ്ദേഹം 4 ദിവസം നളചരിതം പാടിക്കഴിഞ്ഞു. 4ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് ചോദിച്ചു, ഞാൻ വെക്കേഷൻ കാലത്ത് ചെറുതുരുത്തിയിൽ വന്നാൽ എന്നെ കുറച്ച് ഈ പാട്ട് ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഇപ്പം പ്രായം എത്രയായി? 40 വയസ്സ്. തിരക്കിടൊന്നുമില്ല, കൂടിയിട്ടൊന്നുമില്ല. ഇപ്പം എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? ഒന്ന്, അങ്ങയുടെ ഈ സംഗീതം. 2, എനിക്ക് നിങ്ങളൊക്കെ പാടുന്നതും പാടാത്തതുമായ എല്ലാ കഥകളും കാണാതെ അറിയാം മിക്കവാറും. ഞങ്ങൾ പാടാത്ത കഥകളും അറിയാമോ? അറിയാം, കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു പൗണ്ഡ്രകവധം അറിയാമോ നിങ്ങൾക്ക്? എനിക്കറിയാം. പൗണ്ഡ്രകവധം ബലഭദ്രൻ്റെ മദ്യപാന ലഹരി മത്തനായിട്ടുള്ള ബലഭദ്രൻ, അദ്ദേഹം ഗോപസ്ത്രീകളുമായിട്ട് അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു രംഗമുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പാടിക്കൊടുത്തു, കളരവ കളരവ മധുരതരം തവ ഗളതല വികളിത മണിതം എന്ന് പറഞ്ഞു. നിന്റെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മണിതമുണ്ടല്ലോ, ആ മണിതം എന്താ? മദന ശരാസന മിളത് ആളിഗണ ഗുണ രണിതം. കാമദേവൻ്റെ വില്ലിൻ്റെ ഞാണൊലി, ആ ഞാണൊലിയെ ജയിക്കുന്നതാണ് നിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ ശബ്ദം എന്ന്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതെ. പിന്നെന്താ? പിന്നെ എനിക്ക് കിരാതസൂനു ചരിതം അറിയാം.
കിരാതസൂണി കരുതോ അതെന്താ? അത് വേട്ടയ്ക്കൊരു മകനെ പറ്റിയുള്ളതാണ്. വേട്ടയ്ക്കൊരു മകനെ പറ്റി കേൾക്കട്ടെ. അപ്പോൾ ദക്ഷിണഹസ്തേ ചുരികയിതിപ്പോൾ നിക്ഷേപിച്ചതിനാലേ സുമതേ ലക്ഷ്യം വിട്ടു ശരങ്ങൾ പൊഴിപ്പാൻ ദക്ഷമതേ തവ കഴിവില്ലല്ലോ. എനിക്ക് പട്ടാഭിഷേകം അറിയാം. പട്ടാഭിഷേകത്തിൽ ഉൽപ്പലലോചനൻ കൽപ്പോടയോധ്യയിൽ തൃപ്പദം വയ്ക്കും അടുത്ത നാൾ നിർണയം. ഇപ്പരമാർത്ഥം ഭവാനോടു ചൊല്ലുവാൻ കെൽപ്പോട് ഇവിടെ ഞാൻ വന്നു എന്ന് ഹനുമാൻ ഭരതൻ്റെ അടുക്ക പറയുന്ന പദമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാ സംഗീതം കൂടുതൽ പഠിക്കാനുള്ളത്? ഇത്രയൊക്കെ അറിയാമെങ്കിൽ അത് 95% നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അക്കരയിലേക്ക് നിർത്താം, അതിപ്പോൾ തൊട്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതെ, ഇപ്പം എന്താ അതിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ചെറുതുരുത്തിയിൽ വരുമൊന്നും വേണ്ട, ഞാനിവിടെയൊക്കെ പാടാൻ വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നാൽ മതി. ആദ്യം ശ്രുതി പിടിച്ചു വരേണ്ടി വരും. അന്ന് ഹാർമോണിയമാണ്, അത് വെച്ച് പിടിക്കണം. കൂടെ ഞാൻ പാടുമ്പോൾ പതുക്കെ പാടണം, എന്നേക്കാൾ ഉച്ചത്തിൽ പാടരുത്, മര്യാദയ്ക്ക് നിന്ന് പാടണം. അത് കഴിഞ്ഞു പിന്നെ ശേങ്കില അത് പിടിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറി നിൽക്കുമ്പോൾ ഞാൻ ഏലത്താളം തന്നെ നിങ്ങളുടെ കയ്യിൽ തരും. അല്ല, ആദ്യം ഏലത്താളം, പിന്നെ ചേങ്കില തന്നെ നിങ്ങളുടെ കയ്യിൽ തരും. സുഖമായിട്ട് പാടി നടക്കാം. പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പം എന്താ കാലക്ഷേപത്തിന് ഒരു വഴി എന്താ? അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എനിക്ക് ഒരു ഗതിയും പരഗതിയില്ലാതായതുകൊണ്ട് ഭക്ഷണം കിട്ടും, കലാമണ്ഡലത്തിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, അപ്പോൾ കലാമണ്ഡലത്തിൽ ചേർക്കാൻ പറ്റുമോ എന്നാണ് ഇദ്ദേഹം. അപ്പോൾ കലാമണ്ഡലത്തിൽ 40 വയസ്സ് കഴിഞ്ഞ ആളെ ചേർക്കാൻ ഒക്കില്ല. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തരാൻ കഴിവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്താണ്? റീഡറാണ്. അപ്പോൾ അന്ന് അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള വാക്കൊന്നുമില്ല. ഇപ്പോൾ എവിടെ തിരഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പ്രൊഫസർമാരല്ലേ ഉള്ളൂ. ഒന്നുകിൽ കോളേജിലാണെന്ന് പറഞ്ഞാൽ പ്രൊഫസറായിരിക്കും. അപ്പോൾ അന്നൊക്കെ പ്രൊഫസറാകാൻ വളരെ വിഷമമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു റീഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു റീഡർ എന്ന് പറഞ്ഞാൽ ലെക്ചറുടെയും പ്രൊഫസറുടെയും ഇടയ്ക്കാണ്. അപ്പോൾ ഒരു കയറ്റം കിട്ടിയാൽ നിങ്ങൾ ഇനി പ്രൊഫസറാവും ഇല്ലേ? എന്നാലേ ഞാനൊരു കാര്യം പറയാം, ഇത് വേണ്ട, ദുർമോഹം തുടങ്ങേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഏതിലെ? ഞാൻ പറഞ്ഞ സന്താനഗോകുലത്തിലല്ലേ? അപ്പോൾ അതെ, നിങ്ങൾ ഇതിനൊന്നും പറയണ്ട കേട്ടോ. കലാമണ്ഡലത്തിൽ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥിയായിട്ട് വരേണ്ട ആളല്ല. ഒരു കാലത്ത് നിങ്ങൾ കലാമണ്ഡലത്തിൽ വന്നാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തായിരിക്കും നിങ്ങൾ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് പറവൂര് സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിന് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുക്കലായിരുന്നു മഹാകവി വള്ളത്തോൾ താമസിച്ചിരുന്നത്. അന്ന് ഹോട്ടലുകളൊന്നുമില്ല, താമസിക്കുന്നതൊക്കെ വീടുകളിലാണ്. അപ്പോൾ ഒന്നുകിൽ ഞങ്ങളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കലുള്ള പെരുമനം കോട്ടേജ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ആയിരിക്കും വള്ളത്തോളിനെ പോലുള്ള ആൾ വന്നാൽ താമസിക്കുക. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എടാ നമുക്ക് മഹാകവിയെ ഒന്ന് കണ്ടേച്ച് വരാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ വള്ളത്തോള് വടിയൊക്കെ ആയിട്ട് നീണ്ടു നിവർന്ന് എന്താ മുട്ടോളം എത്തിയ ഭുജാമുസലങ്ങൾ എന്നീ മട്ടോട് അവൻ വിലസി മേതുര ദീർഘകായൻ എന്ന് ചന്ദ്രശേഖരൻ നായർക്ക് കാണാതറിയാവുന്ന ശ്ലോകമാണ്. അപ്പോൾ
ആ രീതിയിൽ വള്ളത്തോളിനെ ഞാനിങ്ങനെ നോക്കി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊക്കം പടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാമകൃഷ്ണപിള്ളയുടെ മകനാണല്ലേ ഈ ചെവി കേൾക്കാൻ വയ്യാത്ത ആളുകളുടെ വിചാരം മറ്റുള്ളവർക്ക് ചെവി കേട്ടുകൂടാന്നാണ്. അതുകൊണ്ട് അവർ ഉറക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ രാമകൃഷ്ണപിള്ളയുടെ മകനാണല്ലേ, ആ വരൂ, നിങ്ങളുടെ അടുത്ത് വരൂ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മഹായശസ്വീ ഭവ എന്ന് പറഞ്ഞു. എനിക്ക് ഈ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ്റെയും മഹാകവി വള്ളത്തോളിൻ്റെയും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കലാമണ്ഡലത്തിൽ ചെന്ന് ചാർജ് എടുത്ത അന്ന് 12 മണിക്ക് ജീവനക്കാരുടെയും എല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ കസേരയിലിരിക്കാൻ എല്ലാ അർഹതയും ഉണ്ടെന്ന് ദൃഢമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വെച്ചൂരാമൻപിള്ളയുടെ ബാലിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇറവങ്കര ഉണ്ണിത്താന്മാരുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ എന്നാൽ ഞാൻ വെച്ചൂരാമൻപിള്ളയുടെ ബാലിയെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഇറവങ്കര ഉണ്ണിത്താന്മാരുടെ പാട്ടൊക്കെ കേട്ടിട്ടുള്ളവനാണ്. അതുകൂടാതെ നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പല പല വേഷങ്ങൾ ഞാൻ ചെങ്ങന്നൂർ രാമൻപിള്ളയുടെ കമലദളം കണ്ടിട്ടുള്ളവനാണ്. ചെങ്ങന്നൂർ രാമൻപിള്ള ഞാനൊന്ന് ആശാന്ന് പറയാനുള്ള ഒരു ഗുരുത്വമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ചെങ്ങന്നൂർ രാമൻപിള്ളയുടെ ഗോപുരാട്ടം കണ്ടിട്ടുള്ളവനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാൻ പറഞ്ഞു. ആരുമില്ല. കലാമണ്ഡലത്തിലെ അധ്യാപകരിൽ ആരുമില്ല. അപ്പോൾ ഞാൻ ചെന്ന ദിവസം രാവിലെ 4 മണിക്ക് ഷൊർണൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് കളരിയിലേക്ക് പോകാം. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സർ കളരിയിൽ പോയിട്ടൊരു കാര്യമില്ല, അവിടെ ഇപ്പോൾ ഒന്നും നടക്കണില്ല. അതെന്താ? അത് ഈ കുണ്ടന്മാരെന്ന് പറഞ്ഞാൽ ആൺപിള്ളേർ അവർ മനഃപൂർവ്വം ഈ രാവിലെ കറണ്ട് കട്ട് ഉണ്ടാക്കും. അതായത് മനഃപൂർവ്വം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു പ്ലഗിൽ ഒരു കോയിൻ വെച്ചിട്ട് അങ്ങനെ കറണ്ട് ഇല്ലാതാക്കും. പിന്നെ ഒരു 8 മണി രാവിലെ 3-4 മണിക്ക് ചാതകം തുടങ്ങേണ്ടതാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം എല്ലാ ദിവസവും ഷോർട്ട് സർക്യൂട്ടാക്കി കറണ്ട് ഇല്ലാതാക്കും. പിന്നെ 8 മണിക്ക് അവർക്ക് ഭക്ഷണമാകുമ്പോഴേ കറണ്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാവിലെ കറണ്ട് ഇല്ലാതാവുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾക്ക് ഈ കറണ്ട് ഇല്ലാതിരുന്ന കാലത്തല്ലേ കഥകളിയൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നതും കളിച്ചതുമൊക്കെ. അതുകൊണ്ട് എല്ലാ ആശാന്മാർക്കും ഓരോ നിലവിളക്ക് കൊടുക്കാം. ഞാൻ രാമമോഹൻ്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. രാമമോഹനാണ് സ്റ്റോർ കീപ്പർ. ആ ഓരോ നിലവിളക്കും ആവശ്യത്തിന് എണ്ണയും തിരിയും ഒക്കെ കൊടുക്കുക. ഞാൻ നാളെ രാവിലെ 4:30 മണിക്ക് എല്ലാ കളരികളിലും വരും. അവിടെ ഈ നിലവിളക്കിൻ്റെ വെളിച്ചത്തിലായാലും അധ്യാപനം നടന്നേ പറ്റൂ, ക്ലാസ്സുകൾ നടക്കാതെ ഒക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കറണ്ട് ഉണ്ടായി. രാവിലെ മുതൽ കറണ്ടുണ്ട്. കളരിയിൽ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് കഥകളിയോട് നല്ല പരിചയമുണ്ട്. അതിൻ്റെ ഫലമാണിത്. എങ്കിലും ഞാൻ ഇപ്പം മറിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നന്നാക്കാമായിരുന്നു, ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഇത് എഴുതിയിട്ടുള്ളത് പലപ്പോഴും പ്ലെയിനിൽ വെച്ചും ട്രെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും ഒക്കെയാണ്. ദീർഘയാത്ര നടത്തുമ്പോൾ അവിടെ ഇരുന്ന് ഓർമ്മയിൽ നിന്നാണ് ഇത് പലതും എഴുതുന്നത്. അല്ലാതെ നേരം വണ്ണം പുസ്തകങ്ങൾ നോക്കി വേണ്ടതുപോലെ റിസർച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സോഴ്സസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻഡെക്സ് കാർഡുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടല്ല. അതുകൊണ്ട് അതിൻ്റേതായ പാകപ്പിഴകൾ പലതും ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ കാണുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത പതിപ്പിൽ ഞാനത് തിരുത്തും. ഇനി ഒരിക്കൽ
എൻ്റെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് എനിക്ക് കിട്ടിയപ്പോൾ വി ആർ പ്രബോധചന്ദ്രൻ നായ എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ചിരിയായി പോയി. അപ്പോൾ അവർ ചോദിച്ചു, എന്താ സാറ് ചിരിക്കുന്നത്? അല്ല, പ്രബോധചന്ദ്രൻ നായ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സാരമില്ല, എനിക്കിത് മതി, ഈ പേരിൽ വേറെ ആരും ലോകത്ത് കാണുമല്ലോ, ഞാനിതും കൊണ്ട് നടന്നോളാം. അയ്യോ സാറ്, സാറിന് ദേഷ്യം വരാത്തതാണ് അത്ഭുതം. അപ്പോൾ സാറിത് തമാശയായിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ഹരി എന്നാണ്, അവന് ഒരു ടിക്കറ്റ് എനിക്ക് തോന്നുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഉള്ള ഷിക്കാഗോയിലേക്കുള്ള ടിക്കറ്റാണ്. അതിൽ നരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹരി എച്ച് എന്നുള്ളതിന് പകരം എന്നാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടു. ഉടനെ എൻ്റെ സഹധർമ്മിണി പറഞ്ഞു, പക്ഷേ അങ്ങനെ എഴുതാനൊക്കില്ലല്ലോ, നമ്മുടെ മോൻ്റെ പേരെ തെറ്റിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, മിണ്ടാതിരിക്കെ, വെറുതെ ഒടുക്കം ഇപ്പോൾ നരിയെങ്കിൽ നരി, എങ്ങനെയെങ്കിലും അടുത്ത ഫ്ലൈറ്റ് കിട്ടണം, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവൻ്റെ പേര് ഹരിയായാലും കൊള്ളാം, നരിയായാലും കൊള്ളാം, നാരിയായാലും കൊള്ളാം, നമുക്ക് ടിക്കറ്റ് ഉണ്ട് കയ്യിൽ, ഇനി കയറേ വേണ്ടു. അതിനിടയ്ക്ക് ഈ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ഇന്ന് അതേപോലെ ഇതിൽ ഈ പുസ്തകത്തിൽ നോക്കിയപ്പോൾ മടവൂർ വാസുദേവൻ നായർ എന്നുള്ളത് ഒരു വരിയുടെ അവസാനമാണ്. അപ്പോൾ വിട്ടുപോയിരിക്കണം. അപ്പോൾ പക്ഷേ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണായിവാര്യർ പറയുന്നത് പോലെ അല്ല, വെറും സഖിയല്ല, നല്ല നിധിയായിട്ടല്ലോ തന്നു എന്ന് വേണം പാടാൻ വേണ്ടത്. അത്തരം ആണ് സാർ. മാറ്റാം, സുഖമായിട്ട് മാറ്റാം. ഇത് കണ്ടല്ലോ, ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് മാറ്റാം. നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. സാറ് ഇത് വിട്ടുപോയിട്ടുണ്ട്, അത് ഇതും കൂടി സാറൊന്ന് കണ്ണ് സാധകം സാറ് വിട്ടുപോയിരിക്കണോ സാർ, അതിന് ഒരു പാരഗ്രാഫ് സാർ അതും കൂടി ഒന്ന് തരണം. സാറ് ദളിതന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പള്ളം മാധവനെ പറ്റിയുണ്ട്, ഹൈദരാലിയെ പറ്റിയുണ്ട്, നോൺ ഹിന്ദുസ് ഇൻ കഥകളി എന്നുള്ള അവിടെ പറഞ്ഞിരിക്കുന്നു. സാറ് ചലച്ചിത്രത്തിലുമൊക്കെ കഥകളിയുടെ ഇൻ്റർടെക്ച്വൽ ആയിട്ടുള്ള ഒരു ബന്ധം വന്നിരിക്കുന്നതിനെ പറ്റി സാറ് പറഞ്ഞിരിക്കുന്നു. സാറ് ഇവിടെ ഒരു കഥകളി ഗ്രാമം ഉണ്ട് എന്നുള്ളത് സാറിന് അറിയാമോ? അറിഞ്ഞു തുടങ്ങി, അതിനെപ്പറ്റിയും സാറ് എഴുതണം എന്ന് പറഞ്ഞ് ഈ പുസ്തകം ഈ രീതിയിൽ ഭംഗിയാക്കുന്നതിന് എന്നെ സഹായിച്ചത്, സർവാത്മന സഹായിച്ചത് അദ്ദേഹമാണ്. മൊത്തത്തിൽ ദിനേശ് എന്നാണ്. അപ്പം ഞാൻ ദിനേശ് എന്ന് പറഞ്ഞാൽ ദിനേശ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, ആ മൂലയിൽ നിന്ന് ചിരിക്കുകയാണ്. ദിനേശ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ അത് അല്ലിൽ അന്ധകാരത്തിൽ അല്ലൽ തേടി വലയുവോന് വെള്ളി ഉദിച്ച പോലെ അല്ലോ നിൻ വരവ് പാർത്താൽ എന്ന് കവി പറയും. അതുപോലെയാണ് ദിനേശ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇനി വൈകണ്ട എന്ന് വിചാരിച്ച് ഉടൻ തന്നെ അംഗം പ്രസിദ്ധീകരിച്ചത്. ഇനി ദേവി പൂജ അല്ലെങ്കിൽ ഗണപതി പൂജ ഒക്കെ നടത്തി കഴിയുമ്പോൾ അവസാനം പറയും, അതിൻ്റെ അവസാനമല്ല, അത് നമ്മുടെ ഇദ്ദേഹം കണ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കയറി ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പറയും, ഒരു പരിപൂർണ പൂജ, സമ്പൂർണ്ണ പുഷ്പാർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി. അപ്പോൾ ആ പുഷ്പാഞ്ജലി സമ്പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ മന്ത്രം ശരിയാവണം, പിന്നെ ക്രിയ ശരിയാവണം. നമ്മൾ മന്ത്രം ഉപയോഗിച്ചാൽ പോലെ വേണ്ടത് ഈ തരത്തിൽ തന്നെ വേണം. അതുകൂടാതെ ക്രിയ വേണം, പിന്നെ ഭക്തി വേണം. ഇതിൽ ഭക്തിയുണ്ട്. ഞാനിത് മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം ചെയ്യുന്നത് മുഴുവൻ നാരായണേതി സമർപ്പയാമി എന്നുള്ള മന്ത്രം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രഹീനം, ക്രിയാഹീനം, ഭക്തിഹീനം ഗണേശ്വര യത് പൂജിതം മയാ ദേവ തത്സർവം ക്ഷമ്യതാം പ്രഭോ എന്ന് കൂടി ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് ഈ കൃതി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് സവിനയം സമർപ്പിക്കുന്നത്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.